ബൈബിള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് അടുത്ത ആളിലേക്ക് കൊടുത്തൊരു ബുക്കല്ല. ആദ്യം എഴുതിയ മത്തായിയോ ആദ്യം എഴുതിയ മർക്കോസോ ആദ്യം എഴുതിയ ലൂക്കോസോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. മിക്ക മലയാളികൾക്കും ഇത് അറിയാൻ ഒരു സാധ്യതയില്ല നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ. ജേക്കബ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു പുസ്തകം ദൈവം മേളിൽ നിന്ന് ഇട്ടുകൊടുത്തു. അത് കൈമാറി 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 വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടിയല്ല, പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്, എടുത്തു മാറ്റിയിട്ടുണ്ട്. ഞാനൊരു വിശ്വാസിയായിരുന്നപ്പോഴും അല്ലെങ്കിൽ ഒട്ടുമിക്ക വിശ്വാസികളും ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവരിങ്ങനെ ഈ ബൈബിളിന്റെ അതോറിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയാറുള്ളത് ആദ്യം മുതൽക്ക് തന്നെ ഒരു മാറ്റവും ഇല്ലാത്തതും പല കാലഘട്ടം കഴിഞ്ഞ് പല ഭാഷകളിൽ പരിവർത്തനം നടത്തിയിട്ടും ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സത്യം എന്ന രീതിയിലാണ് അവരതിനെ കാണുന്നത്. ഒരു മാറ്റവും ആദ്യം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് അടിയുറച്ച് വാദിക്കുന്ന പലരും എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുണ്ട്. ഞാനും ഒരു വിശ്വാസിയായിരുന്നപ്പോൾ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നതാണ്. പല പുതിയ കാര്യങ്ങളും ഞാൻ തന്നെ ഇപ്പൊ അറിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ കണ്ടിരുന്ന രീതിയിലല്ലല്ലോ ഈ ഒരു ബൈബിളിന്റെ നിലനിൽപ്പ് എന്നുള്ള കാര്യം ഞാൻ തന്നെ തിരിച്ചറിയുകയും അത്ഭുതപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കൂടുതലായി. അപ്പോൾ അതിനെക്കുറിച്ച് സത്വം ഓൾറെഡി കുറച്ച് റീൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റീൽസ് കാണുമ്പോഴേക്കും പല ആളുകളും ചിലപ്പോൾ ഒരു റീലേ കണ്ടിട്ടുള്ളായിരിക്കും, രണ്ടാമത് ഒരു റീല് കണ്ടിട്ടില്ലായിരിക്കും. അപ്പം ഇതിനെല്ലാം ചേർത്ത് വെച്ച് അതിൻ്റെ ഒരു കൺക്ലൂഷൻ കൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പം എനിക്കൊരു കാര്യം ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പം കേൾക്കുന്നവർ ഒരു പക്ഷെ വിചാരിക്കുമായിരിക്കും ഇവിടെ രണ്ട് ഏത്തീസ്റ്റും പിന്നെ ഒരു ബൈബിൾ ബിലീവിങ് ആളും ഒരു ബൈബിളിനെ കുറിച്ച് എന്താ പെന്റിക്കോസ്റ്റൽ ഗ്രൂപ്പിൽ പെടാത്ത ഒരാളും കൂടി ഉള്ള ഈ ഡിസ്കഷനിൽ വിശ്വാസിയായിട്ടുള്ള എനിക്ക് എന്താണ് കാരണം. അപ്പൊ ഈ യാത്രയിൽ എൻ്റെ പേഴ്സണൽ യാത്രയിൽ ഞാൻ പോയ സമയത്ത് റിലീജിയസ് ഐഡന്റിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ ഞാൻ ശ്രമിച്ച സമയത്ത് എനിക്കും ഇതേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മലയാളത്തിൽ പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ സമയം എടുക്കുന്നത് എന്നെ പോലെ ക്വസ്റ്റ്യനിങ് ആയിട്ടുള്ള കുറെ ആൾക്കാർ കാണും. എന്തുകൊണ്ടാണ് നമ്മുടെ ബൈബിൾ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചസ് ഒക്കെ ഇങ്ങനെയുള്ളത്, അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയാണ്. ഞാൻ ഈ ജേർണിയിലൂടെ തന്നെ പോയിട്ടുള്ള ആളാണ്. ബൈബിള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് അടുത്ത ആളിലേക്ക് കൊടുത്തൊരു ബുക്കല്ല, കുറെ തരം ബൈബിൾ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം മലയാളത്തിൽ ഒരു കണ്ടന്റ് ഇരിക്കട്ടെ. അപ്പം ആ രീതിയിൽ ഒരു ട്രയം കൂടി ആയിരിക്കും സത്വത്തിന്റെ, അല്ലയോ സത്വം? അതെ, നമ്മള് കാണുന്നതെന്ന് വെച്ചാൽ കാലഘട്ടങ്ങളിലൂടെ നമ്മുടെ കയ്യിലേക്ക് വന്ന ദൈവത്തിൽ നിന്ന് വന്ന പുസ്തകമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മള് ബൈബിളിനെ കുറിച്ച് ഒരാൾക്ക് കാര്യങ്ങൾ അറിയാം എന്ന് പറയുമ്പോൾ അയാൾക്ക് ബൈബിളിലെ കോട്ടുകൾ അറിയാം, അല്ലെങ്കിൽ ബൈബിളിലെ വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മാറ്റി മാറ്റി ബന്ധിപ്പിച്ച് പറയാൻ പറ്റും. അതാണ് ബൈബിളിനെ കുറിച്ച് അറിയുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ബൈബിൾ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ആൾക്കാർക്ക് അത്ര അറിവില്ല, എന്നാൽ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സോഴ്സും ഇല്ല. ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് ഒരു പള്ളിയിൽ ചെന്നോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിന്റെ അടുത്ത് ചെന്നോ ഇതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു എന്ന രീതിയിലുള്ള മറുപടികളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഉത്സാഹം എടുത്ത് ഇക്കാര്യങ്ങൾ പഠിച്ചതും നമ്മുടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ എത്തിക്കണം എന്ന് എനിക്ക് തോന്നിയതും. പോകുന്നതിന് മുന്നേ എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട്. ഇപ്പൊ ദൈവത്തെ ചോദ്യം ചെയ്യരുതെന്ന് പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു ചിന്ത ചിലപ്പോൾ നമുക്ക് വന്നിരിക്കും, ബൈബിളിനെ എതിരെ സംസാരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് ആന്റി ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണോ, അങ്ങനെ വല്ലതും ആണോ ഇത് ഉദ്ദേശിക്കുന്നത്? ഞാൻ കണ്ടോണ്ടിരുന്ന സമയത്ത് ആദ്യമൊക്കെ റീൽസ് കണ്ടോണ്ടിരുന്നതിന്റെ താഴെയൊക്കെ പലരും കമന്റ് ഇടുമായിരുന്നു, ഇത് ആന്റി ക്രിസ്ത്യൻ കണ്ടന്റ് ആണ്, ഞങ്ങൾ ബൈബിളിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, അങ്ങനെയൊക്കെ യൂട്യൂബിന്റെ കമന്റ്സിൽ ഇംഗ്ലീഷ് പ്രീച്ചേഴ്സിന്റെ അണ്ടറിലൊക്കെ അങ്ങനെ ആൾക്കാർ ഇടുമായിരുന്നു. സോ ഡു യു ഹാവ് ആൻ ഓൾട്ടീരിയർ മോട്ടീവ് ലൈക്ക് ദാറ്റ്? നമ്മൾ ആലോചിച്ചു, ക്രിസ്തീയ വിശ്വാസം തുടങ്ങിയ സമയത്ത് പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ വാക്കുകൾ കേട്ട് അനേകം പേര്, ഗ്രീക്കുകാരും യഹൂദരും ഒക്കെ ക്രിസ്തുമതം സ്വീകരിച്ചു. അവർക്ക് എന്ത് ബൈബിളാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്? അവരുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പുതിയ നിയമം ഉണ്ടായിരുന്നോ? ഇല്ല. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഈ ബൈബിളിൽ മാത്രമുള്ളതല്ല, അതിനപ്പുറൊരു കാലത്തും ഇതുണ്ടായിരുന്നു. ഈ ക്രിസ്തുമത വിശ്വാസം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലെ ആദ്യത്തെ ലേഖനങ്ങൾ എഴുതുന്നത് പൗലോസാണ്. പൗലോസ് എഴുതുന്നത് യേശു ക്രിസ്തു മരിച്ച് 20 മുതൽ 30 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ മർക്കോസ് ഒരു സുവിശേഷം എഴുതുന്നത് ഒരു 30 മുതൽ, യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത് ഒരു 70 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്കാണ് നമ്മുടെ പുതിയ നിയമം ഉരുത്തിരിഞ്ഞു വന്നത്, ക്രിസ്തീയ വിശ്വാസം ഉണ്ടായി വന്നത്. അതുകൊണ്ട് തന്നെ ആ 70 വർഷം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആയുസ്സാണ്. ആ കാലഘട്ടത്തിൽ എത്രയോ പേര് ജീവിച്ച് ക്രിസ്തുവിനെ വിശ്വസിച്ച് മരിച്ചിട്ടുണ്ടാകും. പക്ഷേ കഴിഞ്ഞ ഒരു 2 നൂറ്റാണ്ടിലാണ് നമുക്ക് ബൈബിളിനകത്ത് ഒരു വ്യത്യാസം വരാൻ പാടില്ല, ബൈബിള് ഊനമറ്റതാണ്, അതിനകത്ത് ഒരു തെറ്റും വരാൻ പറ്റത്തില്ല, ബൈബിളിനകത്ത് ഒരു മാറ്റവും വരാൻ പറ്റില്ല, അങ്ങനത്തെ ചിന്ത ഉടലെടുത്തത്. അപ്പൊ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, അതായത് ബൈബിൾ എന്താണ്,
ബൈബിളിന്റെ ചരിത്രം എന്താണ്, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. താങ്ക് യു സന്തോഷ്. ഓക്കെ, എങ്കിൽ പ്ലേ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫോട്ടോയിൽ സീസർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് കാണുമ്പോൾ തന്നെ ജൂലിയസ് സീസർ ആണെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെ അറിയാം? ജൂലിയസ് സീസറിന്റെ കാലത്തു നിന്നുള്ള പ്രതിമകൾ കിട്ടിയിട്ടുണ്ട്, അയാളുടെ കാലത്തു നിന്നുള്ള കോയിൻ കിട്ടിയിട്ടുണ്ട്, അതിൽ അയാളുടെ പടമുണ്ട്, അയാളുടെ ടൈറ്റിൽ ഉണ്ട്. ഈ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ വ്യക്തി നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾക്ക് തെളിവുണ്ട്, അയാൾ നടത്തിയിട്ടുള്ള ബ്യൂറോക്രാറ്റിക് പരിഷ്കാരങ്ങൾക്ക് തെളിവുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ചരിത്രപരത തെളിയിക്കാൻ വേണ്ടി ഈ 10 മാനുസ്ക്രിപ്റ്റിന്റെ ആവശ്യമുണ്ട്. നമുക്ക് 10 എന്നുള്ള നമ്പർ ഒന്ന് ഫോക്കസ് ചെയ്യാം. ജൂലിയസ് സീസർ ജീവിച്ചിരുന്ന കാലത്താണോ ഈ 10 എഴുതിയിട്ടുള്ളത്? അറിയില്ല. 100 വർഷത്തിനകത്താണോ എഴുതിയിരിക്കുന്നത്? അറിയില്ല. അപ്പൊ കാലഘട്ടത്തിന്റെ ബേസിസിൽ മാത്രമേ 10 എന്നുള്ള നമ്പറിന് പ്രാധാന്യം ഉണ്ടാകത്തുള്ളൂ. യേശുവിന്റെ ചരിത്രപരതയല്ല, ഈ 24,000 എന്നുള്ള നമ്പറാണ് ഞാൻ ചോദ്യം ചെയ്യാൻ പോകുന്നത്. യേശു ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 500 വർഷം നോക്കാം. പുതിയ നിയമം 1ഉം 2ഉം നൂറ്റാണ്ടിലായി എഴുതപ്പെട്ടു. അത് എഴുതിയത് ഗ്രീക്കിലാണ്. അതിന്റെ ഏതെങ്കിലും ഒറിജിനലുകൾ ഇന്ന് അവൈലബിൾ ആണ്? അല്ല. അതിന്റെ കോപ്പികൾ അല്ലെങ്കിൽ കോപ്പികളുടെ കോപ്പികൾ മാത്രമാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ നൂറ്റാണ്ടിൽ നിന്ന് എത്ര എണ്ണം കിട്ടി ചാക്കോ മാഷെ? അങ്ങനെ ആദ്യത്തെ 500 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 200 മാനുസ്ക്രിപ്റ്റ്, 24,000 അല്ല. ഞാൻ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ബുക്കുകളാണ്. അല്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഏർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ് P52 അതാണ് ഈ കാണിച്ചേക്കുന്നത്. പിരിവിന് വരുമ്പോൾ കിട്ടുന്ന ഒരു റെസീറ്റിന്റെ വലുപ്പേ ഉള്ളൂ ഈ മാനുസ്ക്രിപ്റ്റിന്. ഇതേപോലത്തെ വളരെയേറെ മാനുസ്ക്രിപ്റ്റുകളുണ്ട്. എന്നാൽ ബുക്കിന്റെ രൂപത്തിലുള്ള മാനുസ്ക്രിപ്റ്റുകളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വരുന്നത് 4ാം നൂറ്റാണ്ടിൽ നിന്നാണ്. കോഡെക്സ് വാറ്റിക്കനസും കോഡെക്സ് സൈനറ്റിക്കസും ഈ പുസ്തകങ്ങളും ഇന്നത്തെ ബൈബിളും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? പുതിയ നിയമത്തിന്റെ ഒറിജിനലുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഉള്ളത് കോപ്പികളുടെ കോപ്പികൾ. യേശു ജീവിച്ചതിന് 120 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ റെസീറ്റിന്റെ വലുപ്പമുള്ള മാനുസ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ച് ബുക്കുകൾ നേരത്തെ എഴുതിയിട്ടില്ല എന്നല്ല പറയുന്നത്, ഇന്ന് നമ്മുടെ കയ്യിലുള്ള തെളിവ്. ആദ്യത്തെ 500 വർഷത്തിനകത്ത് നമുക്ക് ആകെയുള്ളത് 200ഓളം മാനുസ്ക്രിപ്റ്റും ഈ കോഡെക്സ് വാറ്റിക്കനസും കോഡെക്സ് സാന്റിക്കസും എന്നുള്ള 2 കോഡെക്സുകളുമാണ് ഉള്ളത്. എന്നാൽ അവയ്ക്ക് തന്നെ ഇന്നത്തെ ബൈബിളുമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോ എവിടുന്നാണ് ഈ 24,000 വന്നത്? അപ്പോളജറ്റിക്സ് മീഡിയയ്ക്ക് മാത്രം അറിയാം. സത്യം, ഇത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കേൾക്കുന്നവർക്ക് ചിലപ്പം നമ്മൾ ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്താൽ അവർക്ക് ഉപയോഗപ്പെടുമായിരിക്കും. ഈ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, പിന്നെ രണ്ടാമത് കോഡെക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, അതുപോലെ ഈ മാനുസ്ക്രിപ്റ്റ് എഴുതിയത് ആരാണ്, ഈ 3 കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ ഒന്ന് ഡിഫൈൻ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മള് കോഡെക്സ് എന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് അതായിരിക്കും ഏറ്റവും എളുപ്പം ആദ്യം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇന്നത്തെ രൂപത്തിലുള്ള ബൈബിളുകൾ നമുക്ക് കിട്ടാറുണ്ട്, ലെതർ ബൗണ്ട് ആയിട്ടുള്ള ബൈബിൾ കിട്ടാറുണ്ട്. അതേപോലത്തെ ആ ബൈബിളിന്റെ എന്താ പറയുന്നത്, ബൈബിൾ പോലത്തെ ഈ എഴുതി വെച്ചേക്കുന്ന ഒരു ഷീറ്റുകളുള്ള ഒരു പുസ്തകത്തിനെയാണ്, ഒരു പുസ്തകം പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ കോഡെക്സ് എന്ന് പറയുന്നത്. പിന്നെ പണ്ട് ആൾക്കാർ എഴുതിക്കൊണ്ടിരുന്നത് നമുക്കറിയാലോ, പലതരം ചുരുളുകളിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് ചിലപ്പം എന്താ പറയുന്നത്, ഒന്നിൽ പ്ലാൻ ബേസ്ഡ് ആയിരുന്നായിരിക്കാം, അതായത് ഈ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ ഈ ഷീപ്പിന്റെ ഒക്കെ തോലിലായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അപ്പൊ ഇതിനകത്ത് എഴുതുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് ദ്രവിച്ചു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് എന്ന് പറയുന്നത് ഇതിനകത്തു നിന്നുള്ള ഈ പപ്പേറിയുടെ കഷ്ണങ്ങളൊക്കെയാണ്. അപ്പൊ അതിനെയാണ് ഞാൻ ഇതിനകത്ത് മാനുസ്ക്രിപ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. ഒരു സംശയമല്ല, ഈ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പം അതായത് പ്രിന്റിംഗ് അല്ല, ഇല്ല അന്ന് പ്രിന്റിംഗ് പ്രസ്സും പ്രിന്റിംഗ് മെക്കാനിസം ഒന്നും ഇല്ലായിരുന്നു. അതെ, പ്രിന്റിംഗ് പ്രസ് വന്നത് 12ാം നൂറ്റാണ്ടിലാണല്ലോ. അപ്പൊ അന്ന് നമുക്ക് ഇന്നത്തെ പോലെ എഴുതാനോ പ്രിന്റ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധ്യമല്ലായിരുന്നു. അപ്പം അന്ന് ആൾക്കാർ ചുരുളുകളിൽ എഴുതുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, അതായത് മാനുവലി ഇരുന്ന് കോപ്പി പകർത്തുക, അതായത് ഒരു കോപ്പി നോക്കി മറ്റൊരു കോപ്പി ഇരുന്ന് മഷീൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് അവര് മാനുവലി ഇരുന്ന് എഴുതി കോപ്പി ചെയ്യുക, ഇല്ലയോ? അപ്പൊ ഈ എഴുതുന്ന ആള് അവരെ എന്തോ പറഞ്ഞു, സ്ക്രൈബ്സ് എന്ന് അങ്ങനെ കാണില്ലേ പറഞ്ഞു മലയാളത്തിൽ? അവരെ സ്ക്രൈബ്സ് എന്നാണ് വിളിക്കുന്നത്. കറക്റ്റ് ആണ്. ഓക്കെ. അപ്പം മാസ് പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു. അതായത് ഓരോ കോപ്പി വളരെ പെയിൻസ്റ്റേക്കിംഗ്ലി ഇരുന്ന് അതുപോലെ തന്നെ പകർത്തുക, ഇരുന്ന് എഴുതി, ഇല്ലയോ? അങ്ങനെ ഈ നമുക്ക് ഈ ആദ്യത്തെ ഫസ്റ്റ് 5 സെഞ്ചുറീസിൽ എത്ര 250 പറഞ്ഞ അങ്ങനെ ഇരുന്ന് എഴുതിയ ഓരോ ഇൻഡിവിജ്വൽ കോപ്പീസ് ആണ്, ഇല്ലയോ? നമ്മൾ ഈ 200 എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും
200 ഡിഫറെന്റ് കോപ്പികൾ കിട്ടിയെന്നല്ല. ഉം, അതിനകത്ത് ചെറിയ കഷ്ണങ്ങൾ മുതല് ഒരു ഫുൾ ബൈബിളുകൾ വരെ ഉള്ളതുണ്ട്. ഉം. അല്ലാതെ അതിനകത്ത് 200 ഡിഫറെന്റ് ബൈബിൾ കിട്ടിയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ പേജ് ആയിരിക്കും കിട്ടിയത്, അല്ലെങ്കിൽ ചിലപ്പം ഇപ്പം യോഹന്നാന്റെ സുവിശേഷം മാത്രമായിട്ട് കിട്ടിയ സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിന്റെ ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും ഇല്ലാത്ത മാനുസ്ക്രിപ്റ്റുകൾ കിട്ടിയതുണ്ട്. അപ്പൊ അങ്ങനത്തെ 200 എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരാൾ ഇരുന്ന് എഴുതി പകർത്തിയ കാര്യമായത്. ഒരാളെന്ന് അതായത് വെച്ചാൽ ഒരു വ്യക്തിയല്ല, പലര് അങ്ങനെ ഒ- പകർത്തി. ഒരു 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 പുസ്തകത്തിൽ തന്നെ പലരും എഴുതാം. ഇപ്പം ഉദാഹരണത്തിന് കോഡെക്സ് സൈനറ്റിക്കസിനകത്താണെങ്കിൽ മർക്കോസ് എഴുതിയ ആളല്ല ലൂക്ക എഴുതിയേക്കുന്നത്. ചിലതിനകത്തൊക്കെ ലൂക്കായുടെ സുവിശേഷം തന്നെ പലരിരുന്ന് എഴുതിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിലെ ഈ കോണ്ടെക്സ്റ്റിൽ എഴുതിയ, സോറി ഞാൻ ഒരു ആ ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട്, ഈ കോണ്ടെക്സ്റ്റിൽ എഴുതിയെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പി ചെയ്ത ആൾക്കാർ അല്ലേ, പകർപ്പുകാരെന്ന് വേണേ അവരെ പറയാം. ആ ഇറ്റ്സ് ഞാനിപ്പം പകർപ്പുകാരെന്നായിരിക്കും കുറച്ചുകൂടെ. കുക്കപ്പ് ചെയ്തെടുത്ത വേർഡാണ് പകർപ്പുകാര്. ശരി, നമുക്ക് അത് ഉപയോഗിക്കാം. നമുക്ക് മലയാളത്തിൽ ആ വാക്കില്ലാത്തതുകൊണ്ട് കാരണം മേ ബി പകർപ്പ്. അതെ, എനിക്കിപ്പോ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോഴേ, നീലും സത്വവും സംസാരിച്ചപ്പോ എഴുതി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ, ഒരാൾ ഇരുന്ന് ലൈക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതുവാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്ന, നമ്മൾ സംസാരിക്കുന്ന കാര്യം ഒരാൾ ഇരുന്ന് എഴുതുന്നു, അതല്ല ഒരാൾ ബുക്ക് വെച്ചിരിക്കുവാണ്, അതിൽ നിന്ന് കോപ്പി അടിച്ച് നമ്മൾ ഈ പണ്ട് എന്താ പറയുന്നത്, ക്ലാസ്സിൽ പോകാതിരിക്കുമ്പോൾ നോട്ട് പകർത്തി എടുക്കുന്നത് പോലെ ഒരാൾ എഴുതിയെടുത്തു. കുറച്ച് കഴിഞ്ഞ് അതെ ഞാൻ ക്ഷീണിച്ചപ്പോ എന്ത് ചെയ്തു, ഞാൻ എന്റെ പെങ്ങളോട് പറഞ്ഞു നീ ഇത് കുറച്ചും കൂടി ഒന്ന് എഴുതിത്താ. പെങ്ങള് ക്ഷീണിച്ചപ്പോ മമ്മിയുണ്ട് വീട്ടിൽ, അപ്പൊ മമ്മിയും കുറച്ച് എഴുതി നോട്ട്സ്, ഇപ്പൊ 2-3 ദിവസം പോകാതിരുന്നപ്പം. ആ ഒരു ഐഡിയ ആണോ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഇത് പറയുമ്പോൾ? അതെ അതെ. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം വിചാരിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21 അധ്യായമുണ്ട്. അപ്പൊ ഈ 21 അധ്യായവും വായിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പറഞ്ഞു, ഓ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ സഭയ്ക്ക് ഇതിന്റെ ഒരു കോപ്പി വേണം. അപ്പം ആ ആള് അവിടെ ഇരുന്ന് ആ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഓരോ വാക്കുകളും നോക്കി കോപ്പി എഴുതിയെടുക്കുക. ഇനി ഇത് എഴുതിയെടുക്കുമ്പോ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അന്ന് ചാപ്റ്റേഴ്സും വേഴ്സ് നമ്പേഴ്സും ഒന്നും ഇല്ല. അതായത് ഇന്നാണല്ലോ നമുക്ക് ചാപ്റ്റേഴ്സും വേഴ്സ് നമ്പേഴ്സും ഉണ്ട്. അപ്പൊ ചാപ്റ്റേഴ്സും വേഴ്സ് നമ്പേഴ്സും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്, നമ്മൾ എന്ത് എഴുതി എവിടെ എഴുതി നിർത്തി എന്നൊക്കെയാ ഉള്ളത്. പക്ഷേ അതില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ കോപ്പി ചെയ്യുമ്പം നമ്മൾ എഴുതി നമ്മൾ ചിലപ്പോൾ ക്ഷീണിക്കുന്ന ഉടനെ ചെറിയ ചെറിയ അക്ഷരപ്പിശകുകൾ വരാം, ചിലപ്പോൾ വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്ന് വരാം. അങ്ങനെ ചെറിയ ചെറിയ എറേഴ്സ് വരാറുണ്ട്. ഇത് അടുത്ത ആൾ നോക്കി എഴുതുമ്പം ഇപ്പം ഇയാൾ അയാളുടെ സഭയിൽ കൊണ്ടുപോയി ആ സഭയിലുള്ള വേറൊരാൾക്ക് അത് ഇഷ്ടപ്പെട്ടു, അത് വേറൊരെണ്ണം അയാൾ വീണ്ടും പകർത്തി എഴുതുമ്പോൾ ഇങ്ങനെ കോപ്പികളും ഒക്കെ ആയിട്ട് ഇത് പടരും. അപ്പം അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ഒരാളുടെ കയ്യിൽ മാത്രം ഒരു ബുക്ക് കൊടുത്തു, ഒന്നാമത്തെ സ്റ്റുഡന്റ് എഴുതിയത് നോക്കി രണ്ടാമത്തേത് എഴുതുന്നു, രണ്ടാമത്തെ എഴുതി നോക്കി മൂന്നാമത്തെ എഴുതുന്നു, അങ്ങനെ. അപ്പം എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ഈ ഒരു ടെലിഫോൺ ഗെയിം കളിക്കും, നിങ്ങൾക്ക് അറിയാമോ? ചൈനീസ് വിസ്പേഴ്സ് എന്ന് പറയുന്ന. അത് തന്നെ. അപ്പൊ ഞാന് സത്വത്തിനോട് ഒരു കാര്യം പറയും, സത്വം അത് ജേക്കബിനോട് പറയും, ജേക്കബ് അത് അരുണിനോട് പറയും, അരുണ് വേറൊരാളോട് പറയും. അപ്പോൾ ആദ്യത്തെ സോഴ്സ് പറഞ്ഞതല്ലായിരിക്കും ചിലപ്പോൾ അവസാനത്തെ ആ ട്രാൻസ്മിഷനിൽ നടക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് ബൈബിളിൽ അങ്ങനെ ഒരുപാട് വലിയ മേജർ ഡിസ്ക്രിപ്പൻസീസ് ഒന്നുമില്ല. ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് മെയിൻ ഐഡിയ അത് കൺസിസ്റ്റന്റ്. ശരിയാണോ അത്? അതെ. നമ്മള് അതിനകത്തൊരു ചെറിയൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ സംസാരിക്കുമ്പം ഇപ്പൊ ഞാൻ ഈ സംസാരിച്ച കാര്യം അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ, നമുക്ക് വീണ്ടും അത് റീപ്ലേ ചെയ്ത് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഒരു മാനുസ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് അതെടുത്ത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം. നേരത്തെ എന്താ എഴുതിയത്, ഇപ്പൊ എന്താ എഴുതിയത് തമ്മിലുള്ള വ്യത്യാസം എന്താ ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആ ടെക്സ്റ്റ് മാത്രം നോക്കുവാണെങ്കിൽ. പക്ഷേ ചൈനീസ് വിസ്പേഴ്സിനകത്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതിനകത്തുള്ള ഒരു അപാകത, നമ്മുടെ ശ്രദ്ധയില്ലായ്മ, അതെല്ലാം അതിനകത്ത് വരും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ആ മെസ്സേജ് കംപ്ലീറ്റ്ലി ഡിസ്റ്റോർട്ടഡ് ആവുന്നത്. ടെക്സ്റ്റിനകത്തുള്ള വ്യത്യാസമാണെങ്കിൽ നമുക്ക് ഓക്കെ, അതാ ഇവിടെ യേശു ക്രിസ്തു എന്ന് എഴുതുന്നതിന് പകരം ക്രിസ്തു യേശു എന്ന് എഴുതി, ഓക്കെ, ആ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് കണ്ട് ഓക്കെ നമുക്ക് എന്നാ ഇത് തിരുത്തി ക്രിസ്തു യേശു എന്നുള്ളത് മാറ്റി യേശു ക്രിസ്തു എന്ന് നമുക്ക് എഴുതാം. അപ്പം അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ ടെക്സ്റ്റിൽ നോക്കിയാൽ. ഡിഫറൻസിന്റെ കാര്യം പറയുമ്പോഴേക്കും 1707 ജോൺ മിൽ എന്ന് പറയുന്ന ഒരു ഓക്സ്ഫോർഡിലെ തിയോളജി ആണല്ലേ സത്യം. അതെ. പുള്ളിക്കാരൻ ഇതിന്റെ ഒരു സ്റ്റഡി നടത്തി, അറൌണ്ട് 30 ഇയർ ലോങ് ആയിട്ട് പുള്ളി നടത്തിയ ഒരു 30 വർഷം നീണ്ട ഒരു സ്റ്റഡിയാണ്. 100ഓളം വ്യത്യസ്തമായ മാനുസ്ക്രിപ്റ്റിനെ 30 വർഷം പുള്ളി ക്ലോസ് സ്റ്റഡി നടത്തിയിട്ട്
പുള്ളി അതിൽ എത്ര വ്യത്യാസങ്ങളുണ്ടെന്ന് നോട്ട് ചെയ്തു. ഏകദേശം 30,000-ഓളം വ്യത്യാസങ്ങൾ. അതിൽ പല വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലുള്ളതിനെയൊക്കെ നമുക്ക് വളരെ സില്ലി ആയിട്ട് അവോയ്ഡ് ചെയ്യാം. പക്ഷെ അത് മാത്രമല്ലാതെ ഫ്രേസസ് മാറി വരിക, പിന്നെ മീനിങ്സ് മാറുക, അഡീഷൻസ് വരിക, അങ്ങനെയുള്ള പല കാര്യങ്ങളും പുള്ളി കണ്ടിട്ട് 30,000-ഓളം മിസ്റ്റേക്സ് ആണ് 100 നിന്നും പുള്ളി കണ്ടുപിടിച്ചത്. അപ്പം പലരും വിശ്വസിക്കുന്നത് പോലെ ആദ്യം ജേക്കബ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു പുസ്തകം ദൈവം മേളിൽ നിന്ന് ഇട്ടുകൊടുത്തു. അത് കൈമാറി 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 വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടിയല്ല, പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്, എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇപ്പം മീനിങ്ങുകളെ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ ടോണോ കാര്യങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നതനുസരിച്ച് അതിൻ്റെ മൊത്തം മീനിങ് തന്നെ മാറും. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ഡിഫറൻസസ് ചെറുതോ വലുതായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ ഒരു മാനുസ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പം സത്വമ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ചെറിയ റെസിപ്റ്റ് കുറ്റിയുടെ വലിപ്പത്തിലുള്ളതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതായിരിക്കും ഈവൻ ഓൾഡസ്റ്റ് ആയിട്ട് നമുക്കുള്ളതല്ലേ. പിന്നീട് അതേപോലെ കിട്ടിയതിന്റെ മുഴുവൻ രൂപത്തിലുള്ള ഒരു ഇതിനെയല്ലേ നമ്മൾ കോഡെക്സ് സിനറ്റിക്കസ്, അതല്ലേ ആദ്യത്തെ 4th സെഞ്ചുറിയിൽ കിട്ടുന്നത്. ഇപ്പൊ ആദ്യം കിട്ടിയത് P52 എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. പിന്നീട് നമുക്ക് കിട്ടിയേക്കുന്ന ആ ഫുള്ളി ബൗണ്ട് ആയിട്ടുള്ള ഒരു ഫുൾ നമ്മുടെ പുതിയ നിയമത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും അല്ലെങ്കിൽ മിക്ക പുസ്തകങ്ങളും ഉള്ള ഒരു ബുക്ക്, ബൗണ്ട് ബുക്കാണ് കോഡെക്സ് വാറ്റിക്കനസും കോഡെക്സ് സൈനറ്റിക്കസും എന്ന് പറയുന്നത്. ഇത് രണ്ടും 4ാം നൂറ്റാണ്ടിൽ നിന്നുള്ളതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും പഴയതാണ് ഈ P52 എന്ന് പറയുന്നത്. അത് ഏറ്റവും പഴയതാണ് P52. അത് ഡേറ്റ് ചെയ്തേക്കുന്നത് 150 മുതൽ 170 CE വരിലേക്കാണ്. അപ്പോഴും അത് ഒറിജിനൽ ആകുന്നില്ല. ഒറിജിനൽ ആയിരുന്നതിന്റെ ഒരു പകർപ്പ്, ഈ പകർപ്പ് എഴുതിയ ആള് എഴുതിയ ഒരു പകർപ്പിന്റെ അവശിഷ്ടമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണോ? അതെ 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 അതെ. നമുക്ക് ഈ ആദ്യം എഴുതിയ മത്തായിയോ ആദ്യം എഴുതിയ മർക്കോസോ ആദ്യം എഴുതിയ ലൂക്കോസോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആദ്യം എഴുതിയ പൗലോസിന്റെ ലേഖനങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ഈ പകർപ്പുകൾ അല്ലെങ്കിൽ പകർപ്പിന്റെ പകർപ്പുകൾ. ഇതൊരു സീരിയസ് ക്വസ്റ്റ്യൻ അല്ലേ റേസ് ചെയ്യുന്നത്? കാരണം ഇപ്പൊ നമ്മളുടെ സ്കെയിലുകൾ, നമ്മൾ സ്കൂളിൽ യൂസ് ചെയ്യുന്ന സ്കെയിലുകൾ നോക്കുവാണെങ്കിൽ അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഫ്രാൻസിലും എവിടെയല്ലേ അതിന്റെ ഒറിജിനൽ സ്റ്റാൻഡേർഡ് ഇരിക്കുന്നത്. ഇപ്പൊ എനിക്കൊരു സംശയം തോന്നുവാണ്, ഞാൻ മേടിച്ച ക്യാംലിന്റെ സ്കെയില് എനിക്കത് 1 സെന്റിമീറ്ററിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് പിടിച്ച് ഫ്രാൻസിൽ ചെന്നിട്ട് അതുമായിട്ട് ഒത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡിന് യോജിക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് ശരിയാണെന്ന് എനിക്ക് പറയാം. ഇപ്പം ഈ യഥാർത്ഥ പകർപ്പുകൾ കിട്ടിയിട്ടില്ല എന്നൊരു പ്രശ്നം നിൽക്കുന്നു. അതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പകർന്ന് എഴുതിയതിന്റെ പല വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കോഡെക്സോ അല്ലെങ്കിൽ കോഡെക്സിന് മുൻപുള്ള ഈ മാനുസ്ക്രിപ്റ്റ്സോ ആണ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു മാറ്റവും ഇല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ ഒരേപോലെ നിലനിന്ന് തുടർന്ന് വരുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നതിനെ അവിടെ എന്താ പറയുന്നതിന് ചോദ്യം ചെയ്യപ്പെടുകയല്ലേ ആ ഒരു കാര്യം. വളരെ വളരെ ശരിയാണ്. അവിടെയാണ് ഈ 24,000 മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം ഏറ്റവും കൂടുതൽ പകർപ്പുകളുള്ള ഒരു പഴയ പുസ്തകം എന്ന് പറയുന്നത് ഈ പുതിയ നിയമം തന്നെയാണ്. 24,000-ഓളം ഡിഫറെന്റ് മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. അത് 15 നൂറ്റാണ്ടിലൂടെ വരെയാണ്, അല്ലാതെ ആദ്യത്തെ 5 നൂറ്റാണ്ടിലോ ആദ്യത്തെ 2 നൂറ്റാണ്ടിലോ അല്ല. അതാണ് ഞാൻ ആ വീഡിയോയിൽ ഞാൻ ചോദ്യം ചെയ്തത്. അപ്പൊ നമുക്ക് ഇത്രയും മാനുസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം, അതായത് ഈ പുതിയ നിയമം എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. കാരണം ഇഷ്ടംപോലെ കോപ്പികൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇത് എവിടം വരെയൊക്കെ എത്തി, അതായത് ജോഗ്രഫിക്കലി എവിടം വരെയൊക്കെ എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇല്ലായിരുന്നു എന്ന് വെച്ചുകൊണ്ട് ഇതിനകത്ത് ഉള്ള തിയോളജിക്കൽ ക്ലെയിംസ് അല്ലെങ്കിൽ ഇത് വെച്ചൊരു ഹിസ്റ്റോറിസിറ്റി പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. യേശു ചരിത്രപരമായി ജീവിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് പൗലോസിന്റെ ലേഖനവും ജോസീഫസിന്റെ ജൂയിഷ് ഹിസ്റ്ററി, ആന്റിക്വിറ്റീസ് ഓഫ് ജൂസ് ഒക്കെയാണ്. അത് ഉപയോഗിച്ചാണ് നമുക്ക് യേശുവിന്റെ ചരിത്രപരത തെളിയിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അതായത് ഈ മാനുസ്ക്രിപ്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വ്യത്യാസങ്ങളുണ്ടായി ജോഗ്രഫിക്കലി, അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുമ്പോൾ ഈ മാനുസ്ക്രിപ്റ്റിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ എന്തെങ്കിലും റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ, ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, അതായത് ഇത്രയും ഒരുപാട് മാനുസ്ക്രിപ്റ്റ് 24,000 മാനുസ്ക്രിപ്റ്റ് ഉണ്ടെന്ന് ക്ലെയിം ശരിയാണെങ്കിൽ നമുക്ക് ഇത്രയും അത് പ്രൂവ് ചെയ്യാനൊക്കത്തുള്ളൂ. അതായത് ഓക്കെ, ഇത് ഇങ്ങനത്തെ ഒരു മാനുസ്ക്രിപ്റ്റ് വളരെ സത്യം പറഞ്ഞാൽ പോപ്പുലർ ആണ്, പലയിടങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കമ്പയർ ചെയ്ത് നമുക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ അതും കൊണ്ട്
അതിന്റെ അകത്തുള്ള തിയോളജിക്ക് അത് പ്രൂഫ് ആവുന്നില്ല. ശരിയാണോ? നമ്മുടെ ഏതെങ്കിലും ഒരു കഥാപുസ്തകം കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയ്ക്ക് അച്ചടിക്കുന്ന കഥാപുസ്തകങ്ങൾക്ക് എത്രയോ എണ്ണം ഉണ്ട്. എന്ന് വെച്ചാൽ കഥാപുസ്തകത്തിനകത്തെ കഥാപാത്രങ്ങൾ ജീവിച്ചു എന്ന അർത്ഥമില്ലല്ലോ. എണ്ണം എന്ന് പറയുന്നത് ഒരു ചരിത്രപരതയ്ക്ക് ഒരു തെളിവല്ല. എണ്ണം എന്ന് പറയുന്നത് അത് പോപ്പുലർ ആയിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് മാത്രമാണ്. അത് വളരെയേറെ കോപ്പി ചെയ്തു എന്നുള്ളതിന് തെളിവാണ്. ഇപ്പം ഒരു കള്ളം എത്ര 10,000 തവണ എഴുതിയെന്ന് പറഞ്ഞാലും കള്ളം സത്യമാവത്തില്ല. യേശു കള്ളമാണെന്നല്ല പറയുന്നത്, യേശു ചരിത്രപരതയ്ക്ക് തെളിവുണ്ട്, തെളിവില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഈ ഒരു അപ്പോളജറ്റിക്സ് ക്ലെയിം തെറ്റാണ്. അതായത് 24 മാനുസ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് യേശു ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. ഈ മാനുസ്ക്രിപ്റ്റ്സിന്റെ ഒരു സ്റ്റെബിലിറ്റി, അതായത് ഈ മാനുസ്ക്രിപ്റ്റ് എത്രമാത്രം ചേഞ്ച് ചെയ്തു, കാലഘട്ടങ്ങളിലൂടെയും സ്ഥലങ്ങളിലൂടെയും ചേഞ്ച് ചെയ്തു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ സംസാരിക്കാൻ പറ്റും. ഈ മാനുസ്ക്രിപ്റ്റുകൾ എക്സാമിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അതായത് നമ്മുടെ ചിലർക്കൊക്കെ ദേവദത്ത് പട്നായക്കിനെ അറിയാമായിരിക്കും, സത്യത്തിന് അറിയാം ദേവദത്ത്. പുള്ളി ഒരു പുള്ളി ഒരു മിത്തോളജിസ്റ്റ് ആണ്. അപ്പോൾ ഹിന്ദു മിത്തോളജിയെ പറ്റി എഴുതുന്നത്. അപ്പം പുള്ളിയുടെ വളരെയധികം ടോക്സ് ഞാൻ കേട്ട് എനിക്ക് മനസ്സിലായത്, ഈവൻ രാമായണത്തിന്റെ പല പല വേർഷൻസ് ഉണ്ട്. ഇന്ത്യയിൽ പല നോർത്തിലെ വേർഷൻ അല്ലായിരിക്കും സൗത്തിലെ വേർഷൻ, അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് എടുത്ത് അതിന്റെ ഹിസ്റ്റോറിസിറ്റിയോ അല്ലെങ്കിൽ തിയോളജി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതാ എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത്. അതെ, ഞാനിപ്പോ ചോദിക്കാൻ വന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രത്തോളം ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഓരോരുത്തർ കോപ്പി ചെയ്ത് എഴുതിയതാണ്. അപ്പം എന്താ പറയുന്നത്, അതിൽ എവിടെയെങ്കിലും മേജർ വ്യത്യാസങ്ങളുണ്ട് ഈ ടെക്സ്റ്റുകൾ തമ്മിൽ തന്നെ? ഇപ്പം പഴയ സമയത്തില് 4-ാം നൂറ്റാണ്ടിലോ അതിനു മുമ്പുള്ള ഒരു 2-3 ഗോസ്പിൾസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ തന്നെയാണോ, അതോ അതിനകത്ത് മേജർ വ്യത്യാസം, നമ്മളെ ചോദ്യം ചെയ്യിപ്പിക്കാവുന്ന രീതിയിലുള്ള മേജർ വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടോ? ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു വാക്കുകൊണ്ട് മാത്രം ഡിഫൈൻ ചെയ്യുന്നതല്ല. ആ പുതിയ നിയമം മുഴുവനായിട്ട് എടുത്തിട്ടാണ് ഈ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. അപ്പൊ നമ്മളൊരു ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കോപ്പി ചെയ്യുമ്പോൾ ഒരു 99% കാര്യങ്ങളിലും ഈ വേരിയേഷൻസ് വരുന്നതും വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആണ്. അതായത് അക്ഷരങ്ങൾ മാറിയതായിരിക്കാം, നേരത്തെ അരുൺ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വീണ്ടും കോപ്പി ചെയ്ത് എഴുതിയതായിരിക്കാം. അതൊന്നും എന്താ പറയുന്നത്, അതൊന്നും വിശ്വാസത്തെ ബാധിക്കുന്നതല്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും ഈ പകർത്തി എഴുതുന്നവര് ക്ഷീണിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുന്നത്, അവർക്ക് ഓണസ്റ്റ് ആയിട്ട് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ഇതേപോലത്തെ മിസ്റ്റേക്കുകൾ വരും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രശ്നങ്ങളാണ്, അതൊന്നും നമ്മളുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ പുതിയ നിയമത്തില് മെജോറിറ്റി ഹിസ്റ്റോറിയൻസ് പറയുന്ന 3 ഡിഫറെന്റ് ഭാഗങ്ങളിൽ വലിയ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഓരോരോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം. സുവിശേഷങ്ങളിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോ? ഉണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന് മുന്നിൽ കൊണ്ടുവന്നു. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് യേശു വിധിച്ചു. ജനക്കൂട്ടം ഓരോരുത്തരായി പിരിഞ്ഞുപോയി. സ്ത്രീയും യേശുവും ബാക്കിയായി. സ്ത്രീയോട് യേശു പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. വീണ്ടും യേശു പഠിപ്പിച്ചു. ആരെ പഠിപ്പിച്ചു? എല്ലാ ജനങ്ങളും പോയില്ലേ? സ്ത്രീയും പോയില്ലേ? ആരെ പഠിപ്പിച്ചു? ഈ സംഭവം ബൈബിളിൽ കൂട്ടിച്ചേർത്തതാണ്. 4-ാം നൂറ്റാണ്ടിലെ യോഹന്നാൻ സുവിശേഷത്തിൽ ഈ സംഭവം കാണാൻ കഴിയില്ല. എന്നാൽ 5-ാം നൂറ്റാണ്ടിൽ ഇത് കാണുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ കഥ കൂട്ടിച്ചേർത്തതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ളത്. അത് പറയാത്ത ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്നാല് ഈ ഒരു ഭാഗം ഇതിനെ പെരിക്കോപ്പി അഡൽട്ടറി എന്നാണ് പറയുന്നത്. കാരണം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥയാണ് പെരിക്കോപ്പി അഡൽട്ടറി എന്ന് പറയുന്നത്. ഇത് നമ്മൾ 4-ാം നൂറ്റാണ്ടിലെ നേരത്തെ പറഞ്ഞ കോഡക്സുകളിലൊന്നും നമ്മൾ ഈ കഥ കാണില്ല. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞില്ല, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗങ്ങളും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മൾ ഈ കഥ കാണുന്നില്ല. എന്നാൽ ഇത് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷങ്ങളുടെ ഭാഗങ്ങളിൽ, യോഹന്നാനിലെ വേറെ അധ്യായങ്ങൾ കഴിഞ്ഞിട്ട് ഒക്കെ ഇത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജെറോം ഉണ്ടാക്കിയ ലാറ്റിൻ വൾഗേറ്റിലൊക്കെ നമുക്കാണെങ്കിൽ ഈ പെരിക്കോപ്പി അത് കറക്റ്റ് സ്ഥലങ്ങളിൽ തന്നെ, അതായത് ഇന്ന് നമ്മൾ എവിടെയാണോ ഈ വിഭജനത്തിൽ പിടിച്ച സ്ത്രീയെ കാണുന്നത് ആ ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞാനാണെങ്കിൽ കുറച്ച് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ആ വീഡിയോയിൽ ഈ ഒരു രീതിയിൽ, അതായത് ജനക്കൂട്ടം പെട്ടെന്ന് വന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അതിനകത്തൊരു ചെറിയ തെറ്റുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് സൂക്ഷിച്ച് വായിക്കുവാണെങ്കിൽ ഈ സ്ത്രീ അക്യൂസ് ചെയ്ത ആൾക്കാർ, അതായത് സ്ത്രീയെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ മാത്രം പിരിഞ്ഞു പോയതെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും എന്റെ പോയിന്റ് വാലിഡ് ആണ്. അതായത് ഇത്
കൂട്ടിച്ചേർത്ത ഒരു ഭാഗമാണ്. ഞാനിപ്പം ഇവിടെ എൻ്റെ കയ്യിലുള്ള ഒരു ഹോൾമൻ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിളാണ്. ഇതിനകത്ത് ഞാൻ ഓക്കെ. ജസ്റ്റ് എടുത്ത് നോക്കി. അപ്പം അതിനകത്ത് യോഹന്നാന്റെ 8-ാം അധ്യായമാണ് അവിടുന്ന് ഇത് തുടങ്ങുന്നത്, ഈ സ്റ്റോറി അവിടെ അതെ ഇവരിട്ടിരിക്കുന്നത്. അതെ യോഹന്നാന്റെ 8-ാം അധ്യായം 1 മുതൽ 11 വരെ ആണ് ഈ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് ഞാൻ കുറെ വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ സാധാരണ കേട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ഇത് യേശുവിന്റെ ഒരു കഥയാണ്, യേശുവിന്റെ ആ ഒരു പെരുമാറ്റവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ്. കാരണം യേശുവിനെ പലപ്പോഴും ഈ പരീശന്മാരും സദുക്കായന്മാരും ഒക്കെ അവരെ യേശുവിനെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വാക്കുകളിൽ. ഉദാഹരണത്തിന് ഇപ്പം ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പക്ഷെ മരിച്ചു കഴിയുമ്പോൾ ആരുടെ ഭാര്യയായിരിക്കും ഈ സ്ത്രീ എന്നുള്ള ചോദ്യമൊക്കെ അതേപോലത്തെ ഒരു ചോദ്യമാണ് ഇവിടെയും വരുന്നത്. അതായത് സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് വരുവാണ്. യേശു പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അപ്പൊ യേശുവിന്റെ സ്വഭാവവുമായിട്ട് ചേർത്ത് നിൽക്കുന്നതാണ്. പക്ഷെ നമ്മളിവിടെ ചോദിക്കുന്നത് ആ സുവിശേഷത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ ഇല്ലയോ എന്നുള്ളതാണ്, അല്ലാതെ യേശുവിന്റെ സ്വഭാവവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളതല്ല. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ എന്തായിരുന്നാലും സുവിശേഷത്തിലായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. യേശുവിന്റെ സ്വഭാവത്തിൽ ചേർത്ത് നിൽക്കുന്നതാണ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുവാണെങ്കിൽ. അപ്പം ഇതിന് ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാൽ, ഇതെന്ന് പറയുന്നത് യേശുവിനെ കുറിച്ച് പല കഥകൾ ആ സമയങ്ങളിൽ സ്പ്രെഡ് ചെയ്തിരുന്നു. അതായത് ഈ വാമൊഴിയായിട്ട് പല കഥകളും ഉണ്ടായിരുന്നു. അപ്പം ആ കഥകളിൽ ഒന്ന് ആയിരിക്കാം ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നോക്കി എഴുതുന്ന ആൾക്കാർ, പകർത്തെഴുത്തുകാര്, അവര് ചിലതൊക്കെ ഈ മാർജിനിലൊക്കെ നോട്ട് ചെയ്തിടും. അപ്പൊ അതുമായിരിക്കാം. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാതെ എഴുതുന്ന സ്ക്രൈബ് ആ ഒരു എണ്ണമെടുത്ത് അവിടെ ആഡ് ചെയ്തതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആണ് ഈ ഒരു ഭാഗം വന്നത്. എന്നാൽ ഇത് നേരത്തെ ജേക്കബ് ചോദിച്ച പോലെ ഇത് തിയോളജി എഫക്ട് ചെയ്യുമോ? ഇല്ല. അത് യേശുവിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു വ്യക്തിഗുണത്തെ വീണ്ടും ഉറപ്പിക്കുന്നതാണ് ഈ പെരിക്കോപ്പി അഡൽട്ടറി എന്ന് പറയുന്ന ആ ഒരു ഭാഗം. അപ്പോൾ സത്യം പറഞ്ഞു വരുന്നത്, അതായത് തിയോളജിയിൽ മാറ്റം വരുന്നില്ല, പക്ഷേങ്കിൽ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റ് അത് ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ഒരു കോപ്പി എവിടുന്നോ സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണു, അതിന്റെ ഇങ്ങനെ എക്സാക്ട് കോപ്പി ആയിട്ടുള്ള സാധനം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പുതിയ നിയമം ആണെന്ന് പലരും കരുതിയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇല്ലയോ? അതല്ലേ മെയിൻ പോയിന്റ് ദാറ്റ് യു ആർ ട്രൈയിങ് ടു സേ. അങ്ങനെയല്ല, അതിനകത്ത് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇത് സ്വർഗത്തിൽ നിന്നല്ല എന്നുള്ള കാര്യം മിക്ക ക്രിസ്ത്യാനികൾക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാൾ എഴുതിയതാണ് അല്ലെങ്കിൽ ശ്രീഹന്മാർ എഴുതിയതാണ് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാന് കൊച്ചിലെ തൊട്ട് ഞാൻ മനസ്സിലാക്കിയത്, അതായത് ഈ നമ്മള് പുതിയ നിയമത്തിലുണ്ടല്ലോ എവറി സ്ക്രിപ്ചർ ഇസ് ഇൻസ്പയർഡ്. അപ്പൊ ഞാൻ വിചാരിച്ചത്, അതായത് ഈ എഴുതുന്ന ആളിങ്ങനെ എഴുതുക, ഓക്കെ, മനുഷ്യൻ എഴുതുന്നത്, പക്ഷെ ഇങ്ങനെ ഒരു ടെലിഫോൺ വൈഫൈ മാതിരിയുള്ള രീതിയിൽ പുള്ളി കേൾക്കുന്നു, അത് അതുപോലെ എഴുതി പകർത്തുന്നു അല്ലെങ്കിൽ എഴുതുന്നു. അങ്ങനെ ആയിരുന്നു ഞാൻ കരുതിയിരുന്നത്, എന്റെ ഒരു ഐഡിയ. അരുൺ അങ്ങനെ ആയിരുന്നോ? ജേക്കബ് അങ്ങനെ ആയിരുന്നോ? പക്ഷേ എനിക്ക് തോന്നുന്നു പാസ്റ്റർമാരുടെ സർക്കിൾസിലും പഠിച്ചവരുടെ സർക്കിൾസിലും ദൈവാത്മ പ്രേരിതമാണെന്ന് അവർ പറയുമ്പോൾ അവര് വേറെ രീതിയിലാണ്. ഞാനും അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നത്. എന്താ പറയുന്നത്, മേളിൽ നിന്ന് ഇങ്ങനെ പ്രകാശം വീഴുന്നു, അപ്പോഴത്തേക്കിന് ഇങ്ങനെ ബുദ്ധിയിൽ ഓരോന്ന് തെളിഞ്ഞു വരുന്നു, ഇയാൾ ഇരുന്ന് എഴുതുന്നു. അങ്ങനെ ഒരു ബാലിശമായ ഒരു ചിന്തയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് പ്രായം കഴിഞ്ഞപ്പോൾ ദൈവാത്മ പ്രേരിതം എന്താണെന്ന് ഒരു ഡിഫറെന്റ് ഒരു ഇന്റർപ്രിട്ടേഷൻ എനിക്ക് ഉണ്ടായി. ഒരുപക്ഷെ അന്നൊക്കെ ഞാൻ കുറെ അമേരിക്കയിലെ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കാണുമായിരുന്നു, ബിബ്ലിക്കൽ അപ്പോളജിസ്റ്റ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ സത്വത്തെ പോലെയുള്ള ആൾക്കാർ. അപ്പൊ അവരിൽ നിന്നും എന്റെ ഒരു ഐഡിയ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന ഏതായാലും നന്നായി. ഇപ്പോഴും നാട്ടിൽ ആരെങ്കിലും കാണുമായിരിക്കും, കുട്ടികൾ കാണുമായിരിക്കും, യൂത്ത് കാണുമായിരിക്കും, അവരിങ്ങനെ ചിന്തിക്കുന്നവർ കാണുമായിരിക്കും. സോ ദിസ് ഇസ് ദ റൈറ്റ്, എന്താ പറയുക, റൈറ്റ് ഡയറക്ഷനിലേക്കുള്ള ഒരു വീഡിയോ ആണ്, ഒരു എൻലൈറ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി. വീണ്ടും പറഞ്ഞ പോലെ എന്നെ പോലെ ഒരു വിശ്വാസിക്കുന്ന വെച്ചാല് ഇപ്പോഴത്തെ സ്റ്റേറ്റില് എന്റെ വിശ്വാസം എന്ന് വെച്ചാൽ സഭ നമുക്ക് തന്നൊരു ബുക്കാണ്. ഇറ്റ്സ് എ മാനുവൽ ടു ഹെൽപ്പ് യു വിത്ത് സർട്ടൻ തിങ്സ്. അതിനകത്ത് ഇങ്ങനെ ഒരു കഥ ഉള്ളതുകൊണ്ട് പലർക്കും ഉപകാരം ഉണ്ടാകുന്നുണ്ട്. ലൈക്ക് നമ്മൾ കുറച്ച് ജഡ്ജ്മെന്റ് ഒക്കെ കുറയ്ക്കണമെന്നൊക്കെ വിചാരിച്ചാൽ ഇങ്ങനത്തെ കഥയിൽ നിന്ന് എന്നെ പോലെ ഒരാൾക്ക് ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ഇപ്പം ഈ സ്റ്റേറ്റില്. പിന്നെ എന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അന്നേരം വാമൊഴിയായിട്ടുണ്ടായിരുന്ന കഥ ഈ സത്വം പറഞ്ഞ പോലെ തന്നെ അങ്ങനെയും ഞാനൊരു ഇതിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ മതിയല്ലോ, എത്രയോ പുതിയ ദേവന്മാർ വരുന്നുണ്ട്. ഈ എന്താ പറയുന്നത്, തലപ്പൂ വെക്കുന്ന ദേവിയുണ്ട്, തല രുദ്രാക്ഷം വെക്കുന്ന ദേവിയുണ്ട്. അവരുടെ കഥകൾ എന്തെല്ലാമാണ് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസാനം ഇവർ ദൈവമായി കഴിയുമ്പോൾ നാളെ എന്താ പറയുന്നത്, ഇപ്പൊ ഈ ദേവി തിരുവല്ലയിലാണെങ്കിൽ അവരുടെ ഒരു ഭക്ത എവിടെയെങ്കിലും എന്താ കൊല്ലത്ത് കാണുമായിരിക്കും, അവര് ഇവിടെ വന്നൊരു കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ലതെന്ന് കേട്ടാൽ ആ സെന്ററുകാരത് അംഗീകരിച്ച് അതിന്റെ ബുക്കിൽ
എന്താ പറയുക, ഒരു സാക്ഷിയായിട്ട് ഉൾപ്പെടുത്തും. ഒരാൾ കാസർഗോഡ് നിന്ന് വേറൊരാൾ വന്ന് വേറൊരു കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കേട്ടിട്ട് കുഴപ്പമില്ല, ഇതിപ്പോ നമ്മുടെ ദേവിയോ ചെയ്ത ഒരു കഥയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അത് അവരുടെ നെക്സ്റ്റ് എഡിഷൻ ബുക്കിൽ വരും. ആ രീതിയിൽ കണ്ടാൽ മതി. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. സത്യം അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ടോ? എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അതായത് നമുക്ക് നേരത്തെ നീല് പറഞ്ഞത് ഞാനിന്ന്, അത് ചൈനീസ് വിസ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ആർഗ്യുമെന്റ് ഞാൻ ഒന്നിച്ചിരി അതിന്റെ ഒരു നുവാൻസ് ഞാൻ പറഞ്ഞെങ്കിലും, ആദ്യകാലത്ത് അതായത് ഈ സുവിശേഷങ്ങൾ എഴുതുന്നത് വരെ, അല്ലെങ്കിൽ സുവിശേഷങ്ങൾ എഴുതിയ സമയത്ത് പോലും ഇഷ്ടം പോലെ യേശുവിനെ കുറിച്ചുള്ള കഥകൾ വാമൊഴിയായിട്ട് തന്നെയായിരുന്നു പ്രചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല ഏതൊക്കെ കഥകൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ കഥകള് പിന്നെ പോയി എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസ് എന്നൊരു ബുക്കുണ്ട്. അപ്പൊ അതിനകത്ത് യേശുവിന്റെ ചെറിയ കാലത്തെ കുറിച്ചൊക്കെ വളരെ കളർ പിടിപ്പിച്ച ഒരു പിക്ചർ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞു, കാരണം ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. നമ്മള് ഇന്ന് അംഗീകരിച്ചേക്കുന്ന ബുക്കുകളിൽ ഈ കഥ ഉണ്ട്. എന്നാൽ ഇപ്പൊ നമ്മൾ ചില ക്രിട്ടിക്കൽ എഡിഷൻസ് ഒക്കെ വായിക്കുവാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തേക്കും. അതായത് ഇത് പഴയ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റിലൊന്നും കാണുന്നില്ല, പക്ഷേ ഞങ്ങളുടെ എഡിറ്റോറിയൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അത് ഇവിടെ വേണം എന്നുള്ള രീതി. അപ്പൊ എത്ര പേര് അതേപോലത്തെ ഫുട് നോട്ടൊക്കെ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഇനി എത്ര പാസ്റ്റർമാർ ഇതേപോലത്തെ കാര്യങ്ങൾ ആൾക്കാരോട് പറയാറുണ്ട്. ഓക്കെ, ഈ ഒരു കഥ ഇവിടെ ഉണ്ട്, എന്നാൽ ഈ ഒരു ഇതെന്ന് പറയുന്നത് പഴയ മാനുസ്ക്രിപ്റ്റിലൊന്നും കാണാറില്ല, പക്ഷേ ഇത് നമുക്ക് വിശ്വാസത്തിന് വളരെ ഉതകുന്ന ഒരു കഥയാണെന്ന് എത്ര പേര് പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് നമുക്കിത് സംസാരിക്കേണ്ടി വരുന്നത്. അത് പറഞ്ഞുകൊണ്ട് സത്യം എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ പല ടെക്സ്ച്വൽ ക്രിട്ടിക്കൽ ബൈബിൾസ് ഉണ്ട്, പല എഡിഷൻസ് ഉണ്ട്. പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ ആദ്യം നമുക്ക് ഒരു വേർഷൻ ഉള്ളവരെ, എനിക്കിപ്പോ എന്റെ അറിവിൽ ഒരു മേ ബി 2-3 കാണും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നിനകത്ത് ഇങ്ങനെ ഫുട് നോട്ട്സോ അങ്ങനെയുള്ള ബൈബിൾസ് ഉണ്ടോ, അതായത് ലിറ്റററി ക്രിറ്റിസിസം കൊണ്ട് ആഡ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഫുട് നോട്ട്സ് ഒക്കെ ഉള്ള മലയാളം ബൈബിൾ ഉണ്ടോ? ഞാൻ സത്യവേദ പുസ്തകത്തിനകത്ത് ഞാൻ കണ്ടിട്ടില്ല, ഫുട് നോട്ട്സ് ഒന്നും ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ POC, അതായത് ഈ കാത്തലിക്സ് ഉപയോഗിക്കുന്ന ബൈബിളിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കാണാറുണ്ട്. അതായത് ലൂക്ക എഴുതിയതാണ്, എന്നിട്ട് അതിന്റെ ഒരു ചെറിയൊരു വിവരണം കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത്, അതായത് മിക്ക മലയാളികൾക്കും ഇത് അറിയാൻ ഒരു സാധ്യതയില്ല നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ. കാരണം അവര് വായിക്കുന്ന ഒരു ചാപ്റ്ററും വേഴ്സും നല്ല സിസ്റ്റമാറ്റിക്കലി ഡിവൈഡ് ചെയ്ത്, നമ്മുടെ ഈ ദൈവം ഒറിജിനലി സംസാരിച്ച് കിട്ടിയ ബൈബിൾ ഇത് ഒറിജിനലാ, അതേപോലെ തന്നെ എഴുതിയിരിക്കുന്ന ബൈബിൾ, അതിനകത്ത് ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല, അങ്ങനെ മനസ്സിലാക്കാൻ ഒരു ചാൻസും ഇല്ല. ആരെങ്കിലും പറഞ്ഞു കൊടുത്താലേ മനസ്സിലാകത്തുള്ളൂ, ഇല്ലേ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത് തന്നെയായിരുന്നു. സെയിം ഈ പരിശുദ്ധാത്മാവ് കൈപിടിപ്പിച്ച് എഴുതിയെന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്ത. കൈപിടിപ്പിച്ച് എഴുതിയെന്നല്ല, പക്ഷേ നമ്മൾ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചാടി മറിയുന്നു തൊട്ട് അവരുടെ ഉള്ളിലേക്ക് കയറുന്നു, എന്നിട്ട് പ്രേരിപ്പിച്ച് അങ്ങനെ എഴുതിക്കുന്നു എന്നൊക്കെയായിരുന്നു തുടക്കകാലത്ത് എൻ്റെ ഒരു ചിന്ത. പിന്നീട് ഈ പാസ്റ്റർമാർ തന്നെ പ്രസംഗിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ അക്കോർഡിംഗ് ടു മാത്യു എന്നൊക്കെ എങ്കിലും ഉണ്ട്. പക്ഷേ നമ്മളുടെ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മത്തായി എഴുതിയ സുവിശേഷം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം. അപ്പം അതോറിറ്റി അവിടെ കൊടുക്കുകയാണ്, ഇവർ എഴുതിയതാണ്. അപ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് ഫീഡറായിട്ട് വരുന്നത്. അപ്പം അത് മാറാനും വലിയ പാടാണ്. എനിക്കൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്. കാരണം ഞാൻ കുറച്ചുകൂടെ ക്രിട്ടിക്കലായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ബൈബിളിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ തെറ്റായിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കഥ മെനഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഗ്രി ഓർ ഡിസഗ്രി. ഇപ്പം ഞാൻ ഇതിനെ നോക്കി കാണുമ്പോൾ ഇപ്പം ഈ അഡൽട്ടറി അതിൻ്റെ ഒരു ഇത് വരുമ്പോഴേക്കും ഈ ഒരു കഥ ആഡ് ചെയ്തു. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് നമുക്ക് ഒന്ന് ചേർത്ത് വെച്ച് നോക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റ് ഇല്ല, മാനുസ്ക്രിപ്റ്റ് ഇല്ല. അങ്ങനെ ഇരിക്കെ ഇതേപോലെയുള്ള ചെറുതോ വലുതായിട്ടുള്ള കഥകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനു മുൻപുണ്ടായിരുന്ന സ്ക്രിപ്റ്റുകൾ നമ്മൾക്ക് അവൈലബിൾ അല്ലാതിരിക്കെ ഇതിൽ ഏതെല്ലാം ആഡഡ് ആണ്, ഏതെല്ലാം ആഡഡ് അല്ല എന്നൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ അവിടെ റൈസ് ആകുന്നില്ലേ? ഇപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ജീവിച്ചിരുന്നു, എന്നെക്കുറിച്ച് പല റിയാലിറ്റിയാണ് പലർക്കും അറിയാവുന്നത്. ഇപ്പം വിശ്വാസികൾ എന്നെക്കുറിച്ച് പറയുന്ന വൃത്തികെട്ട വളരെ മോശപ്പെട്ട ഒരുത്തൻ, അങ്ങനെ ജീവിക്കുന്നവനാണ്, അങ്ങനെ പറയുന്നു. എന്നെ ഇഷ്ടപ്പെടുന്നവർ വളരെ നല്ല കാര്യങ്ങളും പറയുന്നു, നല്ലൊരു മനുഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് കഥകളും ഒരു മനുഷ്യനെ കുറിച്ച് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിരിക്കും പുറത്ത് കേൾക്കുന്നത്. പക്ഷേ എന്നെ കുറച്ചുകൂടെ അടുത്തറിയാവുന്നവർക്ക് എൻ്റെ സൈഡിലെ നെഗറ്റീവ്സും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ
ആഡ് ചെയ്ത കഥ തന്നെ, അതും അവർ പറയുന്നത് എല്ലാവരും വിശ്വസിക്കുന്നു അത് യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെ സ്വഭാവത്തിന് സ്വരൂപമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് പ്രൂവൺ, അത് നടന്നൊരു കാര്യമാണോ എന്നില്ല. അപ്പം ഈ ദൈവശാസ്ത്രീയമായിട്ടുള്ള ഈ ഒരു ബൈബിളിലൊക്കെ ഇങ്ങനെ ഒരു കാര്യം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ട്രസ്റ്റ്വർത്തിനെസ്സിലെ ആ ഒരു വിശ്വാസ്യത പിന്നെയും കുറഞ്ഞു പോകാനാണ് എന്നെ പോലെ ഒരാൾക്ക് അതാക്കി തീർക്കുന്ന ഒരു കാര്യം. എന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ, കഥ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യേശുവിന്റെ വ്യക്തിത്വത്തിന് ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആഡ് ചെയ്തു എന്നുള്ളത് ഒരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് നിന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. എന്നാൽ ഇനി ഇതിന്റെ വേറൊരു എക്സ്ട്രീം ഉണ്ട്. ഇങ്ങനത്തെ 3-4 ഭാഗങ്ങൾ ആഡ് ചെയ്തു, അതുകൊണ്ട് ഇത് എല്ലാം തെറ്റാണ്. അതും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. കാരണം അങ്ങനെയല്ല. നമുക്ക് ടെക്സ്ച്വൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് നമ്മൾ ഇന്നത്തെ ബൈബിൾ എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുക്കുക, എന്നിട്ട് അതിന്റെ ഏറ്റവും ഒറിജിനൽ ഫോമിലേക്ക് നമ്മൾ പോകാൻ നോക്കുകയാണ്. അതായത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പുറകിലോട്ട് പോയി നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പഴയ മാനുസ്ക്രിപ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര വ്യത്യാസം വന്നു എന്ന് നമുക്ക് നോക്കാം. ആ രീതിയിൽ നമുക്കൊരു വളരെ ഹൈ കോൺഫിഡൻസോടെ മെജോറിറ്റി ഓഫ് ന്യൂ ടെസ്റ്റമെന്റ് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാം. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിസർവേഷനും അല്ല, എന്നാൽ മുഴുവൻ അലങ്കോലപ്പെട്ട് മുഴുവൻ വെള്ളം ചേർത്തതും അല്ല. ഇതിനിടയിൽ എവിടെയോ ആണ് നമ്മുടെ കയ്യിലുള്ള ബൈബിൾ ഇന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, നമുക്കത് കണ്ടു നോക്കാം. ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞ പ്രകാരമാണ് പാസ്റ്റർ സർപ്പത്തെ കയ്യിലെടുക്കുന്നത്. After interpreting one particular Bible verse extremely literally. That verse is Mark 16:17. In my name shall they cast out devils. They shall speak with new tongues. They shall take up serpents. Thou shalt lay hands on the sick and they shall recover. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പഴയ ബൈബിളിൽ ഒന്നായ കോഡെക്സ് സൈനാറ്റിക്കസില് മർക്കോസ് 16:8 അവസാനിക്കുവാണ്. ഇതില് സ്ത്രീകള് ശൂന്യമായ കല്ലറയിൽ പോകുന്നു. അവിടെ ഒരു ബാലിക്കാരനെ കണ്ട ശേഷം പേടിച്ച് ആരോടും ഒന്നും പറയാതെ ഇരിക്കുന്നു. ഇതാണ് 16:8 സംഭവിക്കുന്നത്. ഇതൊരു അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ്. നമ്മൾ ഈ എൻഡിങ് ആണ് കോഡെക്സ് സൈനാറ്റിക്കസിൽ കാണുന്നത്. എന്നാൽ ചില കയ്യെഴുത്ത് പ്രതികളിൽ നമ്മൾ വേറൊരു എൻഡിങ് കാണാറുണ്ട്. അതില് സ്ത്രീകള് തിരിച്ച് പത്രോസിന്റെ അടുത്ത് ചെല്ലുന്നു, പത്രോസിനോട് ഈ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷം ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറയുന്നു. ഇതിനെ മാർക്കിന്റെ ഷോർട്ടർ എൻഡിങ് എന്ന് പറയും. അപ്പൊ നേരത്തെ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് കണ്ടു, പിന്നെ ഇപ്പോൾ ഷോർട്ടർ എൻഡിങ് കണ്ടു. പിന്നെ ഇന്ന് നമ്മുടെ ബൈബിളിലെല്ലാമുള്ള 16-20 വരെ നീണ്ടു നിൽക്കുന്ന ലോങ്ങർ എൻഡിങ് ഉണ്ട്. അതിലാണ് യേശു പ്രത്യക്ഷപ്പെട്ട ശേഷം പാമ്പുകളെ കയ്യിലെടുക്കാനും രോഗികൾക്ക് രോഗശാന്തി കൊടുക്കാനും പിശാചു ബാധിതരെ സുഖപ്പെടുത്താനും ഒക്കെ അനുഗ്രഹം ശിഷ്യന്മാർക്ക് നൽകുന്നത്. 3 എൻഡിങ് ആണുള്ളത് മാർക്കിന്. ഈ അബ്രപ്റ്റ് എൻഡിങ്, ഈ ഷോർട്ട് എൻഡിങ്, ഈ ലോങ് എൻഡിങ്. എന്തായിരിക്കും നടന്നത്? മർക്കോസിന്റെ സുവിശേഷം 16:8 സ്ത്രീകൾ ആരോടും മിണ്ടാതിരിക്കുന്നത് കണ്ട ശേഷം അക്കാലത്തെ ഒരു സ്ക്രൈബ്, വൃത്തികെട്ട ഡയലോഗ്, യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കൂ? പിന്നീട് മത്തായി, ലൂക്ക, യോഹന്നാൻ വായിച്ച ശേഷം സ്ക്രൈബ്, ക്ലൈമാക്സ് കിട്ടി. ആരും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ്, മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ക്ലൈമാക്സ്. 10 ദിവസമാണ് നല്ലൊരു ക്ലൈമാക്സിന് വേണ്ടി തലപെരിപ്പിച്ചത്. ക്ലൈമാക്സ് കിട്ടി. ഇങ്ങനെ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനം കൂട്ടിച്ചേർത്തതാണ്. എനിക്ക് ഈ വീഡിയോ റീല് തുടങ്ങിയപ്പം കണ്ട വീഡിയോ, ആ ഡോക്യുമെന്ററി ഞാൻ കുറെ നാൾ മുന്നേ, അത് ഇറങ്ങിയ സമയത്ത് യൂട്യൂബിൽ വന്ന സമയത്ത് ഞാൻ കണ്ടൊരു ഡോക്യുമെന്ററിയാണ്. അന്നൊക്കെ ഞാൻ ചർച്ചില് എന്താ പറയുന്നത് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. കുറച്ച് പഴയ ഡോക്യുമെന്ററി ആണെന്ന് തോന്നുന്നു ഇത്. അപ്പം ആ സമയത്തൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ച കാര്യമുണ്ട്, നമുക്ക് വിശ്വാസം കുറവാണോ? കാരണം ഇത് നമ്മളും ചെയ്യേണ്ടതല്ലേ? അതേ വാക്യത്തിൽ, അടുത്ത വാക്യം പോലും അല്ല, അതേ വാക്യത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇതെന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? ബാക്കിയെല്ലാം അതിൽ പറയുന്നത് ചെയ്യുന്നുണ്ട്, ആ വാക്യത്തിൽ പറയുന്ന ബാക്കി എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന്റെ അവകാശവും നമ്മൾ എസ്പെഷ്യലി പെന്റക്കോസ്റ്റൽസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പാമ്പിനെ കയ്യിലെടുക്കത്തില്ല. അപ്പം ഐ വാസ് അഷെയിംഡ് ബാക്ക് ദെൻ.
പക്ഷേ പിന്നീട് എനിക്ക് ഡൗൺ ദ ലൈൻ ഇതുപോലെ ബൈബിളിനെ കുറിച്ച് കുറച്ചും കൂടി റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഹാവ് ബീൻ ആഡഡ്, ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് യു ഡു നോട്ട് ഹാവ് ടു എന്താ പറയുന്നത് ഇന്റർപ്രറ്റ് ലിറ്ററലി, എന്താ പറയുന്നത് അതിനെ വേർഡ് ടു വേർഡ് അതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ബൈബിൾ ഉദ്ദേശിച്ചില്ല, എഴുതിയവർ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ദിസ് വാസ് എ വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഫോർ മീ ആ വീഡിയോ കണ്ടപ്പോൾ. ഇപ്പം സത്യം ഇവിടുത്തെ പ്ലേ ചെയ്തപ്പം ഐ വാസ് ടേക്കൻ ബാക്ക് ദ മെമ്മറി ലെയിൻ. ജേക്കബ്, പാമ്പിനെ പിടിക്കാൻ നാട്ടിലൊരാളുണ്ടല്ലോ, പുള്ളിയുടെ പേരെന്തുവാ? പാവ സുരേഷ്. സുരേഷിനെ വിളിക്കണം. അയാളുടെ പണി പോകും. നമ്മള് ഈ വിശ്വാസമായിട്ട് ഇറങ്ങി കഴിഞ്ഞാല് അയാൾക്ക് പണിയില്ലാതാവും. ഇത് പക്ഷെ എല്ലായിടത്തും ഉള്ള ആൾക്കാരല്ല, ഇത് അപ്ലേഷ്യൻ സ്നേക്ക് ഹാൻഡ്ലേഴ്സ് എന്നാണ് പറയുന്നത്. അവരുടെ ഒരു എക്സ്ട്രീം റീഡിങ്ങിലാണ് അവര് ഈ വിഷം കുടിക്കുന്നതും. ഇവര് പാമ്പിനെ കയ്യിലെടുക്കാൻ മാത്രമല്ല, അവര് വിഷവും കുടിക്കും ആക്ച്വലി, ഇത് തെളിയിക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു പെന്തക്കോസ്റ്റൽ എന്ന നിലയ്ക്ക് അതിനെ എനിക്ക് എക്സ്ട്രീം റീഡിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ എഴുതി ക്ലിയർ അല്ലേ, അത് എക്സ്ട്രീം റീഡിംഗ് അല്ലല്ലോ. ഇപ്പം എന്റെ പേരൻസിന്റെ അല്ലെ വല്യമ്മയുടെ ഒക്കെ കാലത്ത് മരുന്നെടുക്കാത്തത് അത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എക്സ്ട്രീം റീഡിങ്. ഞങ്ങൾക്ക് അത് എക്സ്ട്രീം റീഡിങ് അല്ലായിരുന്നു. ദാറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് റീഡിങ് ബൈബിൾ. അവിടെ എഴുതിയിരിക്കുന്നത് വാക്ക് പ്രതി അതുപോലെ നമ്മൾ ചെയ്യുന്നു. ആൻഡ് ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ട സമയത്ത് ഞാനും അങ്ങനത്തെ ഒരു വിശ്വാസിയായിരുന്നു. അപ്പൊ ഞാനും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ചർച്ചകൾക്ക് വിശ്വാസമില്ല. സോ ഞാനൊരു എക്സ്ട്രീമിസ്റ്റ് അന്ന് ഞാൻ അല്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഐ വാണ്ടഡ് ടു ഡു വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേസ്. ദൈവവചനം എന്ത് പറയുന്നു അതുപോലെ നമ്മൾ ചെയ്യണമെന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. അത് ഞാനും അതുമായിട്ട് യോജിക്കുന്നു. കാരണം ഞാനും വിചാരിച്ചിരുന്നത് അത് യേശു പറഞ്ഞ കാര്യമല്ലേ ഇത്, മാർക്ക്. ഓക്കെ, യേശു പറഞ്ഞതാണെങ്കിൽ അത് അതുപോലെ അത് സംഭവിക്കണം. നമുക്കത് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെത്താനെ നമ്മളെ ഗിൽറ്റ് ചെയ്യും. അതായത് നമുക്ക് ഭയമുണ്ട്, അല്ലെങ്കിൽ വിശ്വാസമില്ല, വിശ്വാസക്കുറവാ. പക്ഷെ നമ്മുടെ ബന്ധുക്കോസുകളൊന്നും ഞാനിത് കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത് ചെയ്യുന്നത് കണ്ടിട്ടില്ല. എനിക്ക് ഉണ്ടായിരുന്നതാണ്. ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് അവര് ഒരു വചനൂടെ പറയും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ഇതുകൂടെ പാമ്പിനെയൊക്കെ മെതിച്ചു കളയും എന്നൊക്കെ പറയുന്നു. പിന്നെ ഇവിടെ പറയുന്നു, ഈ മാർക്കിൽ ഇങ്ങനെയും പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് ഈ അല്പമെങ്കിലും കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞു. ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാലത്ത്, മാറി ഇങ്ങോട്ട് ഒന്നും വർക്കാവുന്നില്ല. അന്നേരം നമുക്ക് എൻ്റെ ഒരു വിഷമമാണ്, നീ എന്റെ വിശ്വാസം പോരായ്മ കൊണ്ടാണോ എന്നുള്ളതൊക്കെ. മല മാറിപ്പോവാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. മെയിൻലി വന്നത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനം വരുന്നത്, അതായത് സ്ത്രീകളെ കുറിച്ച് പറയുന്നതാണത്. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. സ്ത്രീകൾ ആരോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വിശ്വാസം ഉണ്ടായി. അതൊരു ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്ത് അല്ലേ. അതായത് ആലോചിച്ച് നോക്കൂ, അതായത് സ്ത്രീകള് ഈ ശൂന്യമായ കല്ലറ കണ്ടു, എന്നിട്ട് അവര് തിരിച്ച് ആരോടൊന്നും പറയാതിരുന്നു കഴിഞ്ഞാല് ഇത് എന്താ പറയുക, ഈ എഴുതുന്ന ആള് യോഹന്നാനിന്നും ലൂക്കായിന്നും ഒക്കെ ചേർത്ത് വെച്ച് ഒന്ന് ഒപ്പിച്ചു വെച്ചേക്കുന്നതാണ് ഈ ലോങ് എൻഡിങ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എഗെയിൻ ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് യേശു പുനരുത്ഥാനത്തിന് ശേഷം ആർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സ്ത്രീകൾ ആരോടൊന്നും പറഞ്ഞില്ല, യേശു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടില്ല, ഇതൊന്നും അതിനകത്ത് കാണാൻ പറ്റത്തില്ല. ആകെ നമുക്ക് അറിയാവുന്നത് അവിടെ ശൂന്യമായ ഒരു കല്ലറ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, അതൊരു ഇൻട്രസ്റ്റിംഗ് ടേക്ക് ഉള്ളത്, മാർക്കാണ് ആദ്യത്തെ സുവിശേഷം. അതും ഒരു മേജർ കാര്യം തന്നെയല്ലേ. കാരണം ഇപ്പൊ നമുക്ക് ഞാനൊരു സിനിമ എടുത്തു, അതിന്റെ അവസാനം മോശമായി പോയി, വേണമെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു തരത്തിൽ അതിനെ എടുത്തുകൊണ്ട് അതിന്റെ ഏതായിരുന്നു പഴയൊരു സിനിമ, വന്ദനമാണോ, രണ്ടുപേരും ഒന്നിക്കാത്തത്. അതേപോലെ അത്രയും മനസ്സ് നൊന്തൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അത്രയും വിങ്ങിപ്പൊട്ടിയല്ലേ നമ്മൾ അതിന്റെ അവസാനം കാണുന്നത്. എങ്ങനെങ്കിലും അതൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് നമ്മൾ തന്നെ പ്രാർത്ഥിക്കും, അന്ന് വിശ്വാസിയായിരുന്നു. അപ്പൊ അതേപോലെ പിന്നീട് വായിച്ച അല്ലെങ്കിൽ എഴുതി അല്ലെങ്കിൽ യോഹന്നാനോ ലൂക്കോസോ ആരെങ്കിലും ആണെങ്കിൽ തന്നെ അവര് എഴുതുമ്പോൾ ഈ വായിച്ചിട്ട് അവർക്ക് ഇപ്പൊ ഞാൻ ഈ വന്ദനം കണ്ടിട്ട് അനുഭവിച്ച ആ ഒരു പോയിന്റിൽ എത്തി നിന്നിട്ട് അങ്ങനെ പാടില്ലല്ലോ, ഇതിനെ കഥയ്ക്കൊന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എഴുതാനും ഒരു സാധ്യതയല്ലേ, പ്രത്യേകിച്ച് ഇത് ആദ്യം വന്ന സ്ഥിതി. മെയിൻ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എന്തുകൊണ്ട് ഈ മാർക്കിന് ഈ ലോങ് എൻഡിങ് വന്നു എന്നുള്ളതാണ്. അതായത് ഈ 12 വാക്യങ്ങൾ എന്തുകൊണ്ട് വന്നു, ആ ഒരു സഡൻ എൻഡിങ്. അതായത് സ്ത്രീകൾ ആരോടൊന്നും പറഞ്ഞില്ല, അവർ ഭയപ്പെട്ട് ആരോടൊന്നും പറഞ്ഞില്ല, പിന്നീടൊന്നുമില്ല. പിന്നെ നമുക്കറിയാം ക്രിസ്തീയ വിശ്വാസം വളർന്നു, എന്നിട്ട് അത് ലോകമെമ്പാടും പടർന്നു. അപ്പൊ ആ ഒരു ടെൻഷൻ റിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ലോങ് എൻഡിങ് ഓഫ് മാർക്ക് വന്നത്.
സത്വം ഇതിന്റെ ഷോർട്ട് എൻഡിങ്ങും ലോങ് എൻഡിങ്ങിന്റെ അപ്രോക്സിമേറ്റ് ഡേറ്റ് എന്ന് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് എന്നാന്ന് അറിയാമോ? ഇതിന്റെ ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ കോഡെക്സ് വാറ്റിക്കനസും കോഡെക്സ് സൈനറ്റിക്കസും നമ്മൾ നോക്കുവാണ്. ഇതാണ് ഓൾഡസ്റ്റ് മാനുസ്ക്രിപ്റ്റ്സ്, ഓൾഡസ്റ്റ് കോഡിസസ്. അപ്പൊ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും 16:8 വന്ന് നിൽക്കുവാണ്. പക്ഷേ ഈ എഴുതിയവർക്ക് അറിയാം ഇതിനൊരു ലോങ് എൻഡിങ് എന്ന് പറയുന്ന ഒരു വെർഷനും ഉണ്ടെന്ന്. അതുകൊണ്ട് അവർ അതിനുവേണ്ടി കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട് അവരുടെ മാനുസ്ക്രിപ്റ്റിന്. ഇപ്പം കുറെ പഴയ പിതാക്കന്മാരൊക്കെ ഈ ലോങ് എൻഡിങ്ങിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കോട്ട് ചെയ്യുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു വേരിയന്റ് നിലനിന്നിരുന്നു. അതായത് ഈ ഷോർട്ട് എൻഡിങ് എന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഏതാണ് സത്യം എന്നുള്ളതല്ല, സുവിശേഷങ്ങളിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ മാറ്റുകയോ ചെയ്തിട്ടുണ്ടോ, അതാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത്ര നേരം. അതിനുള്ള ഉത്തരം യെസ് എന്നാണ്. അല്ലാതെ ലോങ് എൻഡിങ് എന്ന് വന്നു അത് മാർക്ക് എഴുതിയതാണോ അല്ലയോ എന്നുള്ളതല്ല. അവിടെ ഉണ്ട്, അതായത് 2 വെർഷൻസ് അവിടെ ഉണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. ഇതിനെ യോഹന്നാൻ കോമ എന്ന് വിളിക്കും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിളിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ കിങ് ജെയിംസ് വേർഷനിൽ നമുക്ക് നോക്കാം. For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost, and these 3 are one. അതായത് സ്വർഗത്തിൽ 3 പേർ സാക്ഷ്യം നൽകുന്നു, പിതാവ്, വചനം, ആത്മാവ്, ഇവർ ഒന്നാണ്. ഇനി നിങ്ങളുടെ മലയാളം ബൈബിൾ എടുത്തിട്ട് ഈ വചനം ഉണ്ടോ എന്ന് നോക്കിയേ. എന്തുകൊണ്ട് ഇംഗ്ലീഷ് പതിപ്പിലുണ്ട് പക്ഷെ മലയാളത്തിലില്ല? അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് പുറകിലോട്ട് പോകണം. 1516 പണ്ഡിതനായിട്ടുള്ള ഇറാസ്മസ് ആദ്യമായി ഗ്രീക്ക് പുതിയ നിയമം പ്രിന്റ് ചെയ്തു. പക്ഷെ അതില് ഈ വാക്യം ഉണ്ടായിരുന്നില്ല. 1519 2-ാം പതിപ്പിലും ഈ വാക്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുവരെ ഉണ്ടായിരുന്ന ലത്തീൻ പതിപ്പുകളിൽ ഈ വാക്യം ഉണ്ടായിരുന്നു താൻ. ഓർക്കേണ്ട ഒരു കാര്യം, പുതിയ നിയമം ആദ്യമായി എഴുതിയത് ഗ്രീക്കിലാണ്. എന്നിട്ട് ഗ്രീക്കിൽ നിന്ന് ലത്തീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇറാസ്മസ് ഈ വചനം ഒഴിവാക്കിയതിന്റെ പേരിൽ വളരെയേറെ മാനസിക പീഡനമേറ്റു. 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ആരോപിച്ചത്. 1, ത്രിത്വത്തെ തള്ളിക്കളഞ്ഞു. 2-ാമത്തേതായിട്ട് ബൈബിളിനെ കളങ്കപ്പെടുത്തി. 3-ാമതായി മതവിരുദ്ധത, ഹെറസി. ഇറാസ്മസിന്റെ വാദം ഇതായിരുന്നു: ഏതെങ്കിലും ഒരു പഴയ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റില് ഈ വചനം കാണിച്ചാല് അടുത്ത ഗ്രീക്ക് പതിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഒരു ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ഇറാസ്മസ് പറഞ്ഞ പോലെ 3-ാം പതിപ്പിൽ ഈ വാക്യങ്ങൾ കൂട്ടിച്ചേർത്തു. പിന്നീട് ഗ്രീക്കിൽ നിന്നുള്ള ഈ 3-ാം പതിപ്പിനെ ആധാരമാക്കിയാണ് കിങ് ജെയിംസ് വേർഷൻ ഉണ്ടായത്. ഏറ്റവും പ്രചാരമുള്ള ഈ കിങ് ജെയിംസ് വേർഷനിലെ യോഹന്നാൻ കോമ വായിച്ച് എത്രയോ പേർ ത്രിത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ടാകും. എന്നാൽ അവരിൽ എത്ര പേർക്ക് ഈ ചരിത്രം അറിയാം? നമ്മളിൽ പലരും ബൈബിൾ മാറാതെ ഒരു വ്യത്യാസവുമില്ലാതെ നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ കൈകളിൽ എത്തി എന്നല്ലേ വിശ്വസിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയപരവും വിശ്വാസപരവുമായ സമ്മർദ്ദങ്ങൾ ബൈബിളിനെ കോപ്പി ചെയ്യുമ്പോൾ പോലും ബാധിച്ചിരുന്നു. അങ്ങനെ ദൈവവചനത്തിന് പോലും രാഷ്ട്രീയത്തിൽ നിന്നും വിശ്വാസികളിൽ നിന്നും രക്ഷയില്ല. സത്യം, ഇത് മലയാളത്തിലില്ല. മലയാളം ബൈബിളിലില്ല ഈ വാക്യം. മലയാളം ബൈബിളിൽ ഈ വാക്യം ഇല്ല ആക്ച്വലി. പക്ഷെ കിങ് ജെയിംസ് വേർഷനിലുണ്ട്. കാരണം സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചേക്കുന്നത് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം 7 മുതൽ 8 വരെ ഉള്ളത്. ആത്മാവും സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ മൂവറുണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ 3-ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അപ്പൊ ഇവിടെയാണ്, അതായത് സ്വർഗത്തിൽ 3 പേര് സാക്ഷ്യം നൽകുന്നു, പിതാവ്, പുത്രൻ, ആത്മാവ്. ഇവർ 3 പേര് ഒന്ന് തന്നെ എന്നുള്ള ആ വാക്യം അവിടെ കൂട്ടിച്ചേർത്തത്. അപ്പൊ ആ ഒരു ഭാഗം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ ഈ ത്രിത്വ വിശ്വാസത്തിനുള്ള ഒരു തെളിവായിട്ട് ആയിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. പലപ്പോഴും ആ സമയത്ത് ഈ ത്രിത്വ വിശ്വാസം എന്ന് പറയുന്നത് വളരെയേറെ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു വിശ്വാസമാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസങ്ങളിൽ. അതിന് ഒരു സാക്ഷ്യം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ഭാഗം കോട്ട് ചെയ്തിട്ടുണ്ട് ലേറ്റർ 10th century 11th centuryയിലൊക്കെ. പക്ഷേ എന്നാൽ പഴയ കാലത്ത് ഇതേപോലത്തെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുമ്പം ഇത് കോട്ട് ചെയ്തിട്ടേ ഇല്ല ഈ ഒരു ഭാഗം. കാരണം അന്ന് ഇത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ അന്നത്തെ ഈ ആര്യനിസത്തിനൊക്കെ എതിരെ നിന്നിരുന്ന ആൾക്കാര് എന്തായിരുന്നാലും ഈ ഭാഗം കൂട്ടി, അതായത് ബൈബിളിനകത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ യോഹന്നാൻ എഴുതിയ ലേഖനത്തിനകത്ത് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ത്രിത്വ വിശ്വാസം ശരിയാണ് എന്ന് പറയാൻ വേണ്ടി. അപ്പൊ അതൊരിക്കലും കോട്ട് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇറാസ്മസ് പറയുന്നു, അതായത് എനിക്ക് ഏതെങ്കിലും ഒരു ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റിൽ ഈ ത്രിത്വ വിശ്വാസത്തെ കുറിച്ച് എഴുതിയത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ അടുത്ത വെർഷനിൽ ഇത് ആഡ് ചെയ്യാം. എന്നിട്ട് അടുത്ത വെർഷൻ എഴുതുന്നതിന് മുന്നേ ഒരു ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ് കിട്ടുവാണ്. അതുവരെ ആ മാനുസ്ക്രിപ്റ്റിനകത്ത് ആ
ആ ഭാഗം വരെ എവിടുന്നാ വന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ലാറ്റിനിൽ നിന്ന് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്ത് ഇറാസ്മസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് കാരണമാണ് ഇറാസ്മസ് ഈ ഭാഗം അവിടെ ചേർക്കുന്നത്, കോമ ജോഹന്യം എന്ന് പറയുന്നത്. അപ്പോ അതൊരു എന്താ പറയുന്നത്, അതൊരു തിയോളജിക്കൽ പ്രഷറാണ്, ഒരു പൊളിറ്റിക്കൽ പ്രഷറാണ്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം അവിടെ ചേർക്കുന്നത്. ഇത് 1500-കളിൽ നടന്നൊരു സംഭവമാണ്. അതിശയമായിട്ട് തോന്നുന്നത് മലയാളം ബൈബിൾ ഇല്ലാത്തത്. അത് ഹൗക്കം അത് മലയാളം ബൈബിൾ വന്നില്ല? അതിന്റെ ആൻസർ അറിയാമോ? എനിക്ക് അതിന്റെ ആൻസർ അറിയില്ല. മിക്കവാറും ആൾക്കാർക്ക് ഇത് മനസ്സിലായി കാണും. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ കാര്യങ്ങൾ, അതായത് ഇപ്പം ബൈബിളിനെ ക്വസ്റ്റ്യൻ ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലാത്തത്. ഇത് പഠിക്കുന്ന അല്ലെങ്കിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാര് അവര് എങ്ങനെയാണ് അവര് ഈ ഒരു വചനം ബൈബിളിൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്? അവര് നമ്മൾ ഈ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ സംസാരിച്ച പോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചാണ് അവർ ഏറ്റവും ഒറിജിനൽ വേർഷനിലേക്ക് പോകുന്നത്. അതായത് ടെക്സ്ച്വൽ ക്രിറ്റിസിസം നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിനെതിരല്ല. നിങ്ങൾക്കൊരു ബൈബിളിന്റെ വിവർത്തനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു വിവർത്തനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഏറ്റവും ആധികാരികമായിട്ടുള്ള വിവർത്തനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കണം, ഞാൻ ഈ വായിക്കുന്നത് എത്രമാത്രം ശരിയാണ്, ഇതിന്റെ ഒറിജിനൽ എന്താണ്, ഈ ഒറിജിനലിനെ എത്രമാത്രം എനിക്ക് വിശ്വസിക്കാൻ പറ്റും, അതിനകത്ത് എത്രമാത്രം തെറ്റുകളോ കൈകടത്തലുകളോ ഒക്കെ ഉണ്ടായി എന്ന് നമ്മളോട് ചോദിച്ച് ആ ഒരു എന്താ പറയുന്ന ഒരു അൺസർട്ടനിറ്റി നമ്മൾ എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എത്ര ആധികാരികമായിട്ട് നമ്മുടെ ബൈബിളിൽ വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായത് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബൈബിള് പല ചേഞ്ചസിൽ കൂടെ കടന്നു വന്ന് 1000 വർഷം, ഒരു 2000 years ഓൾമോസ്റ്റ് ചേഞ്ചസ് വന്ന് റിവൈസ് ചെയ്ത് അങ്ങനെ പല റിവിഷൻസ് ഉണ്ട്, പല വേർഷൻസ് ഉണ്ട്, ഇല്ലയോ? അതുപോലെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നത്, സത്വം ജസ്റ്റ് അത് ഒരു എന്താ പറയുന്നത് വാക്കായിട്ട് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. ഏറിയനിസം ഉണ്ടാകാനുള്ള കാരണം ഇത് തന്നെയാണെന്നുള്ളത്. അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, അത് കറക്റ്റ് ആണല്ലോ. അപ്പം ഏരിയൻ തന്റെ എന്താ പറയുന്നത് ഹെറസി ആയിട്ട് വന്നപ്പം അന്നത്തെ പിതാക്കന്മാർ ഈ പുസ്തകം എടുത്തിട്ട് ഇതാ ഇവിടെ ഇന്നിടത്ത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേറൊരു ചർച്ചോ അങ്ങനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. ദാറ്റ് മേക്സ് ലോട്ട് ഓഫ് സെൻസ് ടു മീ ആക്ച്വലി, റിവേഴ്സ് ആയിട്ട് നോക്കുമ്പോഴേ. എന്താ പറയുന്നത്, നമ്മൾ ബൈബിളിനെ നമ്മൾ ചരിത്രപരമായിട്ട് കുറെ കൂടെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സെറ്റ് ഓഫ് വീഡിയോസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, എനിക്ക് ഇതിനകത്ത് മനസ്സിലായത്, നമ്മളിപ്പോ സംസാരിച്ചതൊക്കെ ഈ പകർപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇരുന്ന് എഴുതി അതിനകത്ത് പല വ്യത്യാസങ്ങളുണ്ട്. അതായത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിസ്തു യേശു ക്രിസ്തു അങ്ങനെ എഴുതി. അതൊക്കെ ചെറിയ കറക്ഷനാണ്. പിന്നീട് ചില കറക്ഷൻ എന്ന് വെച്ചാൽ ചില മിസ്റ്റേക്സ് ഉണ്ടായി കാണും. പകർപ്പ് എഴുതുന്ന സമയത്ത് ശ്രദ്ധ തെറ്റിപ്പോയി, അല്ലെങ്കിൽ അപ്പൊ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം കാണും. പിന്നെ വേറെ വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മർക്കോസിന്റെ എൻഡിങ് പറഞ്ഞ പോലെ, അതായത് സ്റ്റോറി അങ്ങോട്ട് അങ്ങോട്ട് എൻഡ് ആവുന്നില്ല. അപ്പോഴത്തേക്കിനൊക്കെ ഈ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് മത്തായിയുടെ സുവിശേഷം, ലൂക്കോയുടെ സുവിശേഷം ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തു നിന്നൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് ഹാർമണൈസ് ചെയ്ത് നമുക്ക് മർക്കോസിന് നല്ലൊരു എൻഡിങ് കൊടുക്കാം. അങ്ങനത്തെ ചേഞ്ചസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മളിപ്പം പറഞ്ഞത്, അതായത് തിയോളജിക്കലി ഒരു പോയിന്റ് എംഫസൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പോളിറ്റിക്സ് അല്ലെങ്കിൽ തിയോളജി ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു പാസേജ് പിന്നീട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ആഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പല പല കാരണങ്ങളാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിൽ പല പല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാതെ ദൈവം ഒരാളോട് ചെവിയിൽ ഊതി അത് എഴുതി അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഒരു വ്യത്യാസമില്ല, അങ്ങനെയല്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് നടത്തി കഴിഞ്ഞാൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. തിയോളജിയൻസും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നോട് പറഞ്ഞ ഒരേ വ്യക്തി മാത്രമല്ല, ഒട്ടനവധി വ്യക്തികൾ അവരുടെ ഒരു മേജർ ഒരു ക്ലെയിം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അവർ ക്രിസ്ത്യനിറ്റിയിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ മേജർ ക്ലെയിം എന്ന് പറഞ്ഞാൽ ആദിമകാലം മുതൽ ഇവിടം വരെ മാറ്റമില്ലാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ പിന്തുടർന്ന് വരുന്ന ഒരു പുസ്തകമാണെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ കോഡെക്സ് സിനാറ്റിക്കസിൽ പറയുവാണെങ്കിൽ അതിൽ എപ്പിസ്റ്റിൽ ഓഫ് ബർണബാസിന്റെ പിന്നെ വേറെ ഏതോ ഒരു പുസ്തകമാണ്. അതൊക്കെ എവിടെ പോയി? കാനണൈസേഷൻ ആണ്, അത് പിന്നീട് പറയാം. പക്ഷെ നമ്മളാ വിചാരിക്കുന്ന കൂട്ടല്ല. ഞാൻ ആ കുട്ടിക്കാലത്ത് ചിന്തിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതേപോലെയാണ് അവരിപ്പോഴും ചിന്തിക്കുന്നത്. പല കാര്യങ്ങളും ഉണ്ട് നമുക്കറിയാത്ത കേൾക്കാത്ത പല വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള
ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്വതന്ത്രമായിട്ടൊന്ന് കേൾക്കുക, സ്വതന്ത്രമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. യേശുക്രിസ്തു എന്ന് പറയുന്ന അരാമിക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇവിടെ ഇപ്പം ഗ്രീക്കിൽ എഴുതിയത് ഗ്രീക്ക് അറിയാവുന്നവർ തന്നെ മാറ്റി മാറ്റി എഴുതിയപ്പോൾ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ കണ്ടു. അപ്പം അതേപോലെ തന്നെ അരാമിക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി ആ കാലത്താണെന്ന് ഓർക്കണം. നമ്മളിപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ടായിട്ടും വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ChatGPT ഒക്കെ വന്നപ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെട്ടത്. അപ്പോൾ അരാമിക്കിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അയാളുടെ കഥ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എത്രത്തോളം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എഴുതിയ സമയത്ത് തന്നെ. അപ്പം അതുമൊക്കെ ഒന്ന് തലയിൽ എവിടെയെങ്കിലും ഇട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇതിനോട് ചേർത്ത് വെച്ച് ചിന്തിച്ച് നോക്കിയാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു മാറ്റവും ഇല്ലാത്തൊരു പുസ്തകമല്ല. എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് ഞാൻ നമ്മുടെ പ്രത്യേകിച്ച് പെന്തിക്കോസ്തുകാർ പ്രസംഗിക്കുമ്പോൾ വചനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് ഒരു മിഷ്മാഷ് ഉണ്ടാക്കിയാണ് സാധാരണ പ്രസംഗിക്കുന്നത്. എല്ലാവരും ആയിരിക്കത്തില്ല, പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ അതങ്ങനെ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു വാക്യമുണ്ട്, റെവലേഷൻ 22:18 and 19. അത് ഞാൻ ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ നിന്ന് ഞാൻ വായിക്കാം. ഐ വോൺ എവ്രി വൺ ഹു ഹിയേഴ്സ് ദ വേർഡ് ഓഫ് ദ പ്രോഫസി ഓഫ് ദ സ്ക്രോൾ. ഇഫ് എനി വൺ ആഡ്സ് എനിത്തിങ് ടു ദം, God will add to that person the plagues described in the scroll. And if anyone takes words away from the scroll of prophecy, God will take away from that person any share in the tree of life and in the holy city. ഇത് പറയുന്നത് റെവലേഷന്റെ കാര്യം. പക്ഷെ ഈ വചനങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരും ദൈവവചനത്തിൽ ആഡ് ചെയ്യാനൊക്കത്തില്ല, അല്ലെങ്കിൽ വ്യത്യാസം വരുത്താനൊക്കത്തില്ല. അതൊക്കെ പറഞ്ഞാണ് ഈ പലരും ഈ കിങ് ജെയിംസ് വേർഷൻ മാത്രം വായിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് TPM-കാർ എനിക്കറിയാം ഡെഫിനറ്റ്ലി. ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിൽ വി ആർ ഓൺലി KJV പീപ്പിൾ, കിങ് ജെയിംസ് വേർഷൻ. കാരണം മറ്റേതെല്ലാം വചനങ്ങൾ ആഡ് ചെയ്തു, അതിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ എടുത്തു മാറ്റുന്നു, അതൊക്കെയാണ്. കിങ് ജെയിംസ് ഇസ് ദി ഓൺലി ഓത്തറൈസ്ഡ് വേർഷൻ, വി വിൽ ഓൺലി റീഡ് ഫ്രം കിങ് ജെയിംസ്, അങ്ങനെ പറയുന്ന ആൾക്കാരുമുണ്ട്. ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യവും കൂടെ ഉണ്ട്. അതായത് ഇതിനകത്ത് ടെക്സ്ച്വൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യ വിശ്വാസത്തിന് ഒന്നും പറ്റുന്നില്ല. അത് ഞാൻ വീണ്ടും എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ടെക്സ്ച്വൽ സ്റ്റേബിൾ ആന്ന് പറഞ്ഞുകൊണ്ട് അതിന് ദൈവിക പരിപാലനം ഉണ്ടെന്നും അർത്ഥമില്ല. കാരണം ചില ഖുറാനിസ്റ്റുകൾ ഇതേപോലെ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്ന കേൾക്കാം. അതായത് ഞങ്ങളുടെ ടെക്സ്റ്റ് വളരെ സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് അതിനകത്ത് ഒരു വ്യത്യാസവും വരാറില്ല. പക്ഷേ അതിനകത്തും നമുക്ക് അറിയാം, അതിനകത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യത്യാസങ്ങൾ ഇപ്പം 1920s കെയ്റോ ഖുറാനൊക്കെ ഇറക്കിയ സമയത്ത് അതിന് മുമ്പത്തുണ്ടായിരുന്ന ഖുറാനുകളെല്ലാം കത്തിച്ചു കളയായിരുന്നു ചെയ്തത് അവര്. അതേപോലെ ഉസ്മാന്റെ കാലത്ത് വേറെ ഉസ്മാനിക് കോഡെക്സ് ഉണ്ടാക്കിയ സമയത്ത് വ്യത്യാസങ്ങളുള്ള ഖുറാൻ കത്തിച്ചു കളയാണ്. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലുള്ളതാണ്. അപ്പൊ അതേപോലെ വേരിയേഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ക്രിസ്തീയ വിശ്വാസം വളർന്നത് വേറൊരു സാഹചര്യത്തിലാണ്. ആദ്യത്തെ 3 നൂറ്റാണ്ടില് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പല സ്ഥലങ്ങളിൽ വളർന്നത് കൊണ്ടാണ് ഈ വേരിയേഷൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ ഈ വേരിയേഷൻസ് ഉണ്ടായിരിക്കത്തന്നെ നമുക്ക് വിശ്വാസത്തിൽ തുടരാൻ പറ്റും. പക്ഷേ ഈ വേരിയേഷൻസ് ഉണ്ട് എന്ന് അക്നോളജ് ചെയ്യേണ്ടത് ഒരു നല്ല ക്രിസ്ത്യാനിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പല വിശ്വാസികളും പറയാറുള്ളൂ, ഇപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങൾ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളപ്പം അതിപ്പോഴും സംസാരിക്കപ്പെടുന്നത് അതിന്റെ ട്രാൻസ്പെറൻസി അല്ലേ. ഇപ്പം ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റിനെ ഞങ്ങൾ മറച്ചു വെക്കുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി അല്ലേ എന്ന് പറയാറുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ സംസാരിച്ചായിരുന്നു? ഇല്ല, നമ്മൾ സംസാരിച്ചില്ല. പക്ഷെ അത് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. എഗെയിൻ, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് ഈ ട്രാൻസ്പെറൻസി ഉള്ളത് കൊണ്ടാണ്. ഒളിപ്പിച്ച് വെക്കാൻ നോക്കിയാൽ പോലും ഇത് അക്കാഡമിക്സിന്റെ പേപ്പറുകളിലൂടെയും പുറത്തു വരും. ഒരു ട്രാൻസ്പെറൻസിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് നമുക്ക് അറിയാം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇത് നമ്മളോട് പറഞ്ഞു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്ന് വെച്ച് വേരിയേഷൻസ് അപ്രത്യക്ഷമാവുന്നില്ല. വേരിയേഷൻസ് അവിടെ തന്നെ ഉണ്ട്. അതാണ് അതിന്റെ ഏറ്റവും ക്രക്സ് എന്ന് പറയുന്നത്. ഈ വേരിയേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം കണ്ടുപിടിച്ചാന്ന്. ഒരിക്കലുമല്ല. ജെറോമാണ് ഈ ഗ്രീക്കിന്ന് ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആള്. അപ്പം ആ ആൾക്ക് തന്നെ അറിയാം വേറെ വേരിയേഷൻസ് ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഈ സഭാപിതാക്കന്മാരുടെ ബുക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് അറിയാം ഈ രീതിയിലുള്ള വേരിയേഷൻസ് അവിടെയും ഇവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ആദിമസഭയിൽ ഈ വേരിയേഷൻസ് ഇത് വേരിയേഷൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ യേശുവിന്റെ കഥ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലേഖനം എഴുതുവാണ്. അപ്പൊ അതിനകത്ത് വേരിയേഷൻസ് വരുന്നു, അതൊക്കെ ആണ് എന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടിരുന്നതെന്നും കൂടെ
നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബൈബിള്, അതിനെ നമ്മൾ തിരിച്ച് പുറകിലോട്ട് പോയി അതിന്റെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള കോപ്പി, ഈ ഏർലിയസ്റ്റ് ആയിട്ടുള്ള കോപ്പി എന്ന് പറയുമ്പോൾ അത് ഒറിജിനൽ ആവണമെന്നില്ല, അതിന്റെ ഒരു കോപ്പിയുടെ കോപ്പി ആയാലും മതി. അതിലേക്ക് നമ്മൾ പോകുമ്പോൾ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ എത്രമാത്രം വ്യത്യാസം ഉണ്ടായി എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പൊ നമ്മൾ കണ്ടു ഒരു 3 സ്ഥലങ്ങളിൽ മേജർ ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ 99% വേരിയേഷൻസും ഒരു പ്രാധാന്യം ഇല്ലാത്തതാണ്. പക്ഷെ എന്നാൽ ഈ 1% നമ്മൾ ഈ 3 ഡിഫറെന്റ് വേരിയേഷൻസ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തത് വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയുടെ കഥ, രണ്ടാമത്തത് ഈ മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനം, മൂന്നാമത്തത് ഈ സ്ത്രീത്വ വിശ്വാസം ഈ യോഹനന്റെ ലേഖനത്തിൽ കൂട്ടിച്ചേർത്തത്. ഈ കൂട്ടിച്ചേർക്കലുകള് വിശ്വാസത്തെ കാര്യമായിട്ടൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം അത് മനുഷ്യരാൽ എഴുതിയതാണ്, അത് മനുഷ്യരാൽ കോപ്പി ചെയ്തതാണ്. അതിനകത്ത് അവർ ജീവിച്ചിരുന്ന സമൂഹത്തിന്റെ പ്രഷർ ഉണ്ടായിട്ടുണ്ട്, അവര് വിശ്വസിച്ചിരുന്ന തിയോളജിയുടെ പ്രഷർ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പ്രോഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കിട്ടിയേക്കുന്ന ബൈബിൾ. എന്ന് വെച്ചാൽ വിശ്വാസം തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷെ ബൈബിളിൽ ഒരു മാറ്റവും ഇല്ല. ബൈബിള് ആദ്യം എഴുതിയത് അതേപടി നമ്മുടെ കയ്യിൽ കിട്ടി എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബൈബിളിനെ കുറച്ചും കൂടെ ഒരു തുറന്ന മനസ്സോടെ വായിക്കാനും അത് കുറേയും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. എനിക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇപ്പൊ ഒരു കുട്ടിക്കാലത്ത് ഞാൻ വിശ്വസിച്ച പോലെ തന്നെ ഇത് പരമാർത്ഥമായ സത്യമാണ്, ദൈവത്തിൽ നിന്ന് നേരിട്ടുള്ള വചനങ്ങളാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവർ ഇതിനെ ഒന്ന് തിരിച്ച് ചോദ്യം ചെയ്യേണ്ട സമയമായി. ഇപ്പൊ ഞാനൊക്കെ കുട്ടിക്കാലത്ത് വിചാരിച്ചിരുന്നത് ബൈബിളാണ് ഏറ്റവും സത്യമായതും ഒരു മാറ്റവും സംഭവിക്കാത്തതും എന്നെല്ലാം, ബാക്കിയുള്ളവരുടെ എല്ലാം മോശപ്പെട്ടതാണ്, അവരുടെ മാറ്റങ്ങളെയൊക്കെ കണ്ട് പരിഹസിച്ചു കൊണ്ടൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്രയും തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു പുസ്തകം മാത്രമാണിത്. അതിലെന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിലെന്തൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ, അതേപോലെ തന്നെ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. മറ്റാരിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആരോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതേപോലെ പഠിച്ച് വിശ്വസിക്കുന്നതിനപ്പുറം ഇതേപോലെയുള്ള ഓപ്പൺ ആയിട്ടുള്ള, ലിബറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ട് അല്ലാത്ത സ്റ്റഡീസ്, കാര്യങ്ങൾ, തിയോളജിയൻസ് പോലും അംഗീകരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അരുൺ പറഞ്ഞ പോലെ എൻ്റെ ഒരു കൊച്ചിലെ തൊട്ടുള്ള ഒരു അറിവ് ഇങ്ങനെ ആയിരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു ഇച്ചിരി ഓപ്പൺ മൈൻഡഡ് ആകുക, അല്ലാതെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് നമ്മളോ ഇതിനകത്ത് ഒരു വള്ളിയും പുള്ളിയും ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമോശമായ കാര്യമാണ്. കുറച്ചും കൂടെ ഓപ്പൺ ആകുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ബൈബിൾ എങ്ങനെ ഉണ്ടായി. അത് നമുക്ക് വേറെ ഒരു ദിവസം അത്യാവശ്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ബൈബിൾ എങ്ങനെ വന്നു, ഉണ്ടായി, ആരെഴുതിയതാണ്, ഇതിനകത്ത് എത്ര കാര്യങ്ങൾ നമുക്ക് ആധികാരികമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, താല്പര്യം. ഒരു ബിലീവർ എന്ന നിലയ്ക്ക് ഞാൻ ആദ്യമൊക്കെ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബൈബിള് മാറിയിട്ടുണ്ടെന്നൊക്കെ കേട്ടപ്പം. ബട്ട് പിന്നീട് ഞാൻ ഇതിനൊരു ഓർഗാനിക് ആയിട്ട് കണ്ടു തുടങ്ങി. ഏതൊരു ബുക്കിന്റെ ഒരു ഓർഗാനിക് ആയിട്ട് ഡെവലപ്മെന്റ്, ഇത്രയും വർഷം പഴയുള്ള ബുക്കിൽ ഇതൊക്കെ ഉണ്ടാകാം, ഇതിൽ കുഴപ്പമില്ല. ഈ ബുക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ചർച്ച ഉണ്ടായിരുന്നെന്നും യേശു ബുക്ക് കൊടുത്തിട്ടല്ല പോയെന്നുള്ളൊരു വിശ്വാസം, ഐ ബിൽഡ് മൈ ചർച്ച് എന്ന് പറഞ്ഞിട്ടാണ് യേശു പോയത്, ഞാനൊരു ബുക്ക് തരാമെന്ന് പറഞ്ഞിട്ടല്ല പോയത്. സോ ദാറ്റ് സോർട്ട് ഓഫ് എന്നെ കുറച്ച് കാം ഡൗൺ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാനും എൻ്റെ ചിന്തകളൊക്കെ മാറ്റി തുടങ്ങി. എൻ്റെ അഭിപ്രായം, ഈ വീഡിയോ നിങ്ങൾ ഒരു ഓപ്പൺ മൈൻഡോട് കൂടെ ഒന്ന് കേൾക്കുക. ബിലീവർ എന്ന നിലയിലാണെങ്കിലും നിങ്ങൾ ഓപ്പൺ മൈൻഡോട് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ റിസർച്ച് നടത്തിയിട്ട് ലുക്ക് ഇൻ ടു ഇറ്റ്. ഞങ്ങൾ പറഞ്ഞ ഇന്നിവിടെ സംസാരിച്ചാൽ സത്വം മുന്നോട്ട് വെച്ച പോയിന്റിന്റെ ഒക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ഫോർ യുവർ സെൽഫ്. ഞാൻ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ആൻഡ് ദെൻ ഇഫ് യു ഹാവ് ഡൗട്ട്, വർക്ക് ത്രൂ യുവർ ഓൺ ഫെയ്ത്ത് ആൻഡ് യു വിൽ ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്.